അപ്പൊ എന്റെ മനസ്സിൽ രവേട്ടന്റെ അടുത്ത് പോകുമ്പോ രവേട്ടൻ എന്തായാലും കുറച്ച് ഒരു 2 ലക്ഷം രൂപ തരുന്നൊക്കെ രവേട്ടൻ കേൾക്കുമ്പോ വിചാരിക്കും ഇവൻ എന്റെ പൈസ കളണ്ട വന്നത്. അപ്പൊ എല്ലാവരും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ പൈസ വേണ്ട ചോദിക്കും. എന്റെ അടുത്ത് 10 പൈസ ഉണ്ടായിട്ടില്ല. ഇപ്പൊ എനിക്ക് ചെന്നൈയിൽ സ്റ്റുഡിയോ ആയി. ബോച്ചയോട് പറഞ്ഞു, ബോച്ചനെ 1 വർഷത്തിൽ മേലെ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നു. അപ്പൊ ബോച്ച ഒരു ദിവസം എനിക്ക് അതിന് മുന്നേ ഒരു 5-8 മാസം കഴിഞ്ഞപ്പോൾ ഒരു നമ്പർ തന്നു പിന്റെ. അത് ഇന്നത്തെ വീഡിയോയില് നമ്മുടെ മുമ്പിൽ വരുന്നത് ഷൈൻ വെങ്കടങ്ങാണ്. ആള് പിന്നെ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന്റെ പിന്നില് ഒരു നല്ലൊരു സ്റ്റോറി ഉണ്ട് ആളുടെ ഈ ഒരു ഇതിലേക്ക് എത്തിയതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഞാൻ ആ ഒരു സ്റ്റോറി നമ്മുടെ ഗ്രൂപ്പിൽ PCSന്റെ ഗ്രൂപ്പിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു മൂപ്പരൊന്ന് വീഡിയോ എടുക്കണമായിരുന്നു. കാരണം ആ ഒരു എക്സ്പീരിയൻസ് ആളുടെ അടുത്ത് അറിയാൻ വേണ്ടിട്ട് എങ്ങനെയാണ് ഈ ഒരു സംരംഭം തുടങ്ങിയത്, അതിന്റെ പിന്നിലുള്ള കഥകളൊക്കെ. ഷൈൻ വെങ്കിടങ്ങ് എന്നാണ് പേര്. വെങ്കിടങ്ങ് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേരാണ്. സ്ഥലത്തിന്റെ പേരാ? വീട് എവിടെയാ? ഞാൻ പയ്യന്നൂര്. പയ്യന്നൂർ സ്ഥലത്തിന്റെ പേരെന്താ? പയ്യന്നൂര് എന്റെ സ്ഥലത്തിന്റെ പേര് കൊറ്റി. അതേപോലത്തെ ഒരു സ്ഥലമാണ്. പഞ്ചായത്താണ്, വില്ലേജ് ആണ്. ഞങ്ങളെ മണലൂർ നിയോജക മണ്ഡലത്തിൽ ഗുരുവായൂരിന്നൊരു 10 കിലോമീറ്ററും തൃശ്ശൂരിൽ നിന്ന് 21 കിലോമീറ്ററുള്ള സ്ഥലമാണ് വെങ്കിടങ്ങ്. പല ആളുകളും എന്നെ വെങ്കിടൻ, വെങ്കടേഷ്, വെങ്കിടൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. സ്ഥലത്തിന്റെ പേരാണ് വെങ്കിടങ്ങ്. എന്റെ അച്ഛന്റെ പേരിലുണ്ട് അത്, അറുമുഖൻ വെങ്കിടങ്ങ്. കലാഭവൻ മണി പാടിയിട്ടുള്ള ഭൂരിഭാഗം പാട്ടുകളും എഴുതി സംഗീതം ചെയ്തിട്ടുള്ള എന്റെ ഫാദറാണ്. അച്ഛൻ മരിച്ചുപോയി. നിങ്ങള് അപ്പം ബേസിക്കലി പിന്നെ പാട്ട് പിന്നെ ഈ മ്യൂസിക്കായിട്ട് എങ്ങനെ അച്ഛൻ വഴിയുള്ള ബന്ധാണെന്ന് തോന്നുന്നല്ലേ? വീട്ടിലെല്ലാവരും പാടും. എന്റെ ചേച്ചി പാടും, ചേട്ടൻ പാടും, എല്ലാവരും അച്ഛനും എല്ലാവരും പാടും. ഞങ്ങള് എന്റെ ചെറുപ്പം മുതലേ വീട്ടിൽ സംഗീതം തന്നെയാണ്. പിന്നെ അച്ഛന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് അച്ഛന്റെ ഒരു ടീനേജ് മുതൽ അവർ കൈരളി കലാവരി എന്ന് പറയുന്ന ഒരു നാടക സമിതി ഉണ്ട്. അവിടെ സുകുമാരിയമ്മ, ബാലക്കൻ നായർ, മാളാരവിന്ദൻ അച്ഛനും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. മാളാരവിന്ദൻ ബേസിക്കലി തബലിസ്റ്റാണ്. അപ്പൊ നാടകങ്ങൾക്ക് തബല പണ്ടുള്ള ഈ പിന്നെ സിനിമയിലുള്ള ആൾക്കാർ പൊതുവെ ഇങ്ങനെ കലാകാരന്മാർ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. അതെ നാടകം കേട്ടു. നാടകം തന്നെയാണ് മെയിൻ അവരുടെ ജീവിതം മൊത്തം നാടകമാണ്. നാടകത്തിലായിരിക്കും അവരെ ഊണുറക്കും. അതിന്റെ ഒരു ക്വാളിറ്റി എപ്പോഴും നമ്മളിങ്ങനെ അവർക്ക് കാണാൻ പറ്റാതെ അവരെ കലാസൃഷ്ടിയിലുണ്ടാവും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ കണ്ണൂരിലേക്ക് എങ്ങനെയായിരുന്നു നിങ്ങള്? കണ്ണൂരിലേക്ക് ഈ കലാകാരനായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം ചുറ്റുപാടിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാക്കിയപ്പോൾ ആ സമയത്ത് ഒരു 20 വർഷം മുന്നേ ഞാൻ ഓട്ടോമൊബൈൽ ജോലിയായിട്ട് വന്നതാണ് കണ്ണൂരിലേക്ക് വന്നു. ഓട്ടോമൊബൈൽ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയർ പാർട്സിന്റെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ. പിന്നെ FIP ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിന്റെ സർവീസ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഓട്ടോമൊബൈലിന്റെ ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. ഒരു 20 വർഷമായി വന്നിട്ട് പിന്നെ ഞാനിവിടെ സെറ്റിലായി. കല്യാണം കഴിച്ചത് ഇവിടെ. പിന്നെ എപ്പോഴാണ് നമ്മൾ ഈ ഒരു സംരംഭത്തിലേക്ക് വീണ്ടും വരാൻ വേണ്ടിട്ട് തോന്നിയത്? വരാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം മീൻസ് വെറുതെ ഇഷ്ടമല്ല, അക്കാദമിക് തലത്തിലും പ്രൊഫഷണലായിട്ട് ഞാൻ പഠിച്ചത് മ്യൂസിക് കോഴ്സാണ്. മ്യൂസിക്കലി മൃദംഗിസ്റ്റാണ് ഞാൻ. ബേസിക്കലി ഞാൻ പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലാണ് ഗാനഭൂഷണം പഠിച്ചത്. പക്ഷെ അത് പഠിച്ചിട്ട് നമുക്ക് ഈ ഫീൽഡിൽ നിന്ന് റവന്യൂ വരുന്ന കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ അതിന്റെ ബാക്കിലേക്ക് പോവാതെ ഈ ഓട്ടോമൊബൈൽ ഫീൽഡിലും പാട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ഡിപ്രഷൻ പോലെ വന്നു തുടങ്ങി. പാട്ടുകൾ ചെയ്യാണ്ടും ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത എൻ്റെ ഒരു മെന്റൽ ഒരു ഇൻബാലൻസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും പാട്ട് പാടാതെ പറ്റൂലാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാൻ പിന്നെ ഏത് മേഖലയും മുന്നോട്ട് പോകണമെങ്കിൽ ഒരു മണി ഫ്ലോ വേണം, ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു സംഭവം എന്തെങ്കിലുമൊക്കെ വേണം. അങ്ങനെ ഞാൻ ഓരോ ഘട്ടത്തിൽ ഓരോരുത്തരായിട്ട് സംസാരിച്ച് ഓരോ ആശയങ്ങൾ തലയിൽ കയറി അങ്ങനെ ഇതിനൊരു ബിസിനസ് മോഡലിലേക്ക് കൊണ്ടുവന്നു. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങളെ സ്റ്റോറി വായിച്ചിട്ടുണ്ട്. അതായത് രവിയേട്ടനെ കണ്ടു, അതാണ് വഴിത്തിരിവായത്. അതിനുശേഷം നമ്മളെ ബോഷെ ആയിട്ട് പിന്നെ കണ്ടു. അപ്പൊ അതിന്റെ ഒരു സ്റ്റോറി എങ്ങനെയായിരുന്നു? അത് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെറിയൊരു സംഭവം പറയണ്ട. ഇപ്പൊ ഇത് ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഇത് പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യത്തിന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവ് ഉണ്ട്. നമ്മൾ പറയുന്ന എല്ലാ നെഗറ്റീവിലും പോസിറ്റീവ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ഒരു ടൂർ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു. ആ ഫ്ലൈറ്റ് നമുക്ക് മിസ്സായി എന്ന് വിചാരിക്കാം. അപ്പൊ ഫ്ലൈറ്റ് മിസ്സായി യാദൃശികമായിട്ട് ആ ഫ്ലൈറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മള് എന്താ പറയാ, അതിൽ പോകാതിരുന്ന ഭാഗ്യമായിരുന്നു. അപ്പൊ എല്ലാ കാര്യത്തിനും 2 വശം ഉണ്ടാവും. ഞാൻ രവിയേട്ടന്റെ അടുത്ത് ആദ്യമായിട്ട് പോകുന്നത്, രവിയേട്ടൻ എന്നെയായിട്ട് കണക്ഷനായി, ഞങ്ങൾ മൈസോൺ വഴി കണക്ഷൻ ആയതിനു ശേഷം രവിയേട്ടന്റെ നാട്ടില് പട്ടിശ്ശേരി, പട്ടാമ്പി അങ്ങോട്ട് നാട്ടില് നല്ല എന്താ പറയാ ഒരുപാട് മൂല്യമുള്ള ഒരു മനുഷ്യനാണ് രവിയേട്ടൻ. എനിക്കത് പേഴ്സണലി അറിയാം. അപ്പോൾ രവിയേട്ടൻ ഇതേപോലെ കുറച്ച് പൈസ മുടക്കിയിട്ട് നാട്ടിലുള്ള കുട്ടികൾ, അതായത് കൗമാരത്തിലേക്ക് വരുന്ന കുട്ടികളെ ഈ ലഹരിയിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും വഴി തെറ്റാതിരിക്കാൻ ഒരു 10 വർഷം മുന്നേ രവിയേട്ടൻ എന്നോട് പറഞ്ഞു, ഷൈനൊരു കാര്യം ചെയ്യും, എൻ്റെ നാട് ഇങ്ങനെ ഒരു സാധാരണക്കാരുടെ ഒരു കോളനി ഉണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത്, അവിടുത്തെ കുട്ടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നാടൻ പാട്ട് സമിതി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രവിയേട്ടൻ തന്നെ ഫണ്ടൊക്കെ ഇറക്കി സമിതിയൊക്കെ രൂപീകരിച്ച് നല്ല സമിതിയായി പരിപാടികൾ സെറ്റായി വന്നപ്പോഴാണ് കൊറോണ വന്നത്.
അങ്ങനെ അതവിടെ സ്റ്റോപ്പായി. കൊറോണ കൊറോണ വന്നു കഴിഞ്ഞാൽ അല്ല കൊറോണ, പക്ഷെ അതേ കൊറോണ തന്നെയാണ് എന്റെ ലൈഫിൽ മാറ്റം വരുത്തിയത്. അപ്പൊ അതിനേക്കാളും വലിയ സ്വപ്നം തുടങ്ങുകയും ചെയ്തു. അപ്പൊ എന്ന് വെച്ചാൽ ആ ലൈവ് എന്ന് പറയുന്ന സംഭവം അവിടെ സ്റ്റോപ്പായി, ഡെഡ് പോലെ. കാരണം ആർക്കും പിന്നെ ലൈവ് ചെയ്യാൻ പറ്റിയ സാഹചര്യം ഇല്ലല്ലോ. അപ്പൊ അതോടുകൂടി അത് അവിടെ നിന്ന് പോയി. പക്ഷെ പിന്നീട് ഞാൻ ഈ പറയുന്ന പോലെ ഇതിനെ ഒരു ഡിജിറ്റൽ എന്ന രീതിയിലേക്ക് ഞാൻ ചിന്തിച്ചു. ഞാൻ മെയിനായിട്ട് ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത്, എന്റെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത്, ഇപ്പൊ എന്റെ അച്ഛനൊരു കൂലിപ്പണിക്കാരനാ. അപ്പൊ കൂലിപ്പണിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാട്ടിലൊക്കെ കരിങ്കല്ല് കൊണ്ടാണ് തറകൾ കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു പണിക്കാരൻ, ഒരു കൂലിപ്പണിക്കാരന് അവന്റെ സ്വപ്നങ്ങള്, ഐ മീൻ എന്താ പറയാ, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളല്ല, ഭക്ഷണം ഇതൊക്കെ നമുക്ക് കഴിച്ചേ പറ്റൂ. ബാക്കി അവന്റെ എന്റർടൈൻമെന്റ് മേഖലയിൽ പാട്ടുണ്ടാക്കുക, പാട്ട് പാടുക, സിനിമയ്ക്ക് പോവുക, ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് മേഖലയാണ്. നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ ഒരു പാട്ടുണ്ടാക്കുക എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇതൊക്കെ കഴിച്ചിട്ട് പൈസ ഉണ്ടെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുക. അപ്പൊ അച്ഛനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. പാട്ട് ഒരുപാട് എഴുതും ചെയ്യും, അത് ഞങ്ങൾ ഇങ്ങനെ കേൾക്കുമെന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ആദ്യമായിട്ട് കാസറ്റ് ഇറക്കാനായിട്ട് നമ്മുടെ KG സത്താർക്ക, മാപ്പിളപ്പാട്ടിന്റെ വലിയൊരു ആളാണ്, അദ്ദേഹത്തിന്റെ മകൻ സലീം സത്താറാണ് അച്ഛനെ കാസറ്റ് ഇറക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു സംഭവം ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്നാണ്. അപ്പൊ അങ്ങനെ ഒരാൾ വന്നത് കൊണ്ടാണ് അത്. ഞാനെപ്പോഴും ആശയപരമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതൊരു സാധാരണക്കാരനും അല്ലെങ്കിൽ ഏതൊരാൾക്കും അവൻ ജീവിതത്തിൽ മേലേക്ക് വരുന്നത്, ഉയർന്നു നിൽക്കുന്ന ആരെങ്കിലും അവനൊന്ന് കൈപിടിച്ച് ഒരു കൈത്താൻ കൊടുത്താലാണ് സ്വാഭാവികമായിട്ടും എല്ലാവരും മേലെ വരും. അപ്പോൾ അച്ഛനാണ് അവസരം കിട്ടി, അത് കലാഭവൻ മണി കേൾക്കാനിടയായി. പിന്നെയുള്ള കലാഭവനിയുടെ പാട്ടുകളൊക്കെ അച്ഛനാണ് ഏറ്റവും കൂടുതൽ മെജോറിറ്റി. അച്ഛൻ മാത്രമല്ല, മെജോറിറ്റി അച്ഛനാണ്. പകൽ മുഴുവൻ പണിയെടുത്ത് ചാലക്കുടി ചന്തയ്ക്ക് വരുത്തുണ്ട്, ഒപ്പം ഞാൻ കുടിക്കണ കഞ്ഞിയിൽ ഇന്നും പാടി നടക്കുന്ന പാട്ടുകളൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോ ഞാൻ വിചാരിച്ചു, അങ്ങനെ എന്റെ അച്ഛൻ അന്നൊരു സാഹചര്യം ഉണ്ടായത് കൊണ്ടാണല്ലോ. അപ്പൊ ഇന്നും നമ്മുടെ ചുറ്റിലും അത്തരത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ. ചിലപ്പോ ചെറിയ ഒരു 10,000-20,000 ഒക്കെ ശമ്പളമുള്ള ആളുകൾക്ക് ഒരു മാസത്തെ ശമ്പളം ഒരു പാട്ടുണ്ടാക്കാൻ കൊടുക്കാൻ പറ്റുമോ? ഒരു പാട്ടുണ്ടാക്കാൻ എല്ലാവരും സ്റ്റുഡിയോ അടക്കം വാങ്ങിക്കുന്നത് 15,000-20,000 കൊടുക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, ചെറിയ എമൗണ്ടിന് നമ്മുടെ സ്കില്ലിന്റെ നല്ലൊരു ഭാഗം അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ ഒരുപാട് കാലമായിട്ട് പഠിച്ചെടുത്ത സ്കില്ലുണ്ട്. ആ സ്കില്ല് നമുക്ക് കിട്ടാതിരുന്നാലും നമുക്ക് ഇല്ലാത്തൊരവസരം കൂടി മറ്റുള്ള കൂടി കൊടുക്കുക. അപ്പൊ അതിന് ഞാൻ മാന്യമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാത്രം ഒരു പൈസ വാങ്ങി. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ മാർക്കറ്റിൽ ഒരു 15,000-20,000 ഒക്കെ വരുന്ന സാധനമാണ് ഞാൻ വെറും 5,000 രൂപയ്ക്ക് ചെയ്തു കൊടുക്കുന്നത്. അപ്പോ വേണമെങ്കിൽ എന്നെ പറ്റി മോശമായിട്ട് പറയാം, ബാക്കിയുള്ള ആളുകൾക്ക് എന്നോട് ശത്രു പറയാം. പക്ഷെ 3,000-ലധികം 5,000-ലധികം വരുന്ന കേരളത്തിൽ ഈ പാട്ടിന് ഇഷ്ടപ്പെടുകയും എഴുതുകയും ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മ ഇന്ന് എന്റെ കൂടെ ഉണ്ട്. 100 പാട്ടും 150 പാട്ടും ചെയ്ത പയ്യന്നൂർ വേണുമാഷ്, ആരനാട് തമ്പി, അതുപോലെ സിജോ കലയന്താനി, പിന്നെ ജയപ്രകാശ്, അങ്ങനെ ഒരുപാട് ക്ലയൻസുകൾ ഉണ്ട് എനിക്കുണ്ട്. 100-ലധികം പാട്ട് ചെയ്ത ആളുകൾ. അവരൊക്കെ 100-ലധികം പാട്ടുകൾ ചെയ്യാൻ പറ്റിയത് ഞാൻ ഈ ചെറിയ എമൗണ്ട് കൊടുക്കുന്നോണ്ടാ. പക്ഷെ അത് ചെറിയ എമൗണ്ട് കൊടുക്കുന്നതുകൊണ്ട് ക്വാളിറ്റി കുറവില്ല. അപ്പൊ ഈ ഒരു ആശയമാണ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. രവിയേട്ടന്റെ അടുത്ത് പോയ സംഭവം എന്ന് പറയുന്നത്, ഈ ആശയത്തിന് ഒരു ഫണ്ട് എന്തെങ്കിലും റെഡി ആക്കാൻ രവിയേട്ടൻ്റെ അടുത്ത് മൈസൂരിൽ പോയി കഴിഞ്ഞാൽ PCC വഴി നമുക്കൊരു ഒരു ക്യാപിറ്റൽ, ചെറിയൊരു ഫണ്ട്, നമുക്ക് റേഞ്ചിൽ ഫണ്ട് നമുക്ക് സംഘടിപ്പിക്കുക എന്നുള്ള ഐഡിയയിലാണ് പോകുന്നത്. അപ്പൊ എന്റെ മനസ്സിൽ രവിയേട്ടന്റെ അടുത്ത് പോകുമ്പോൾ രവിയേട്ടൻ എന്തായാലും ഒരു 2 ലക്ഷം രൂപ തരുന്നൊക്കെ രവിയേട്ടൻ കേൾക്കുമ്പോൾ ഇവൻ എന്റെ പൈസ കളണ്ട വന്നത്. പക്ഷെ രവിയേട്ടൻ തന്നത് ഏകദേശം ഒരു 100 കോടി ആസ്തിയുള്ള അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു പോസിറ്റീവ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഒരു നിലയ്ക്ക് രവിയേട്ടന്റെ അടുത്ത് പോയി രവിയേട്ടനപ്പ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഷൈൻ അങ്ങനെയുള്ളത്, അപ്പൊ നമുക്കിത് ഇതിന് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊച്ചി സാറിനെ പോലെയോ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ പോലെയൊക്കെ സോഷ്യൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായിട്ട്. കാരണം ബാക്കി ബിസിനസ്സുകാർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു ബിസിനസ്സായിട്ട് കാണൂല. കല എന്ന് പറയുന്ന പാട്ട്, സംഗീതം, അതൊരു ബിസിനസ് മോഡലിലേക്ക് ആരും കാണൂല. പക്ഷെ എന്റർടൈൻമെന്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും പിന്നെ CSR ഫണ്ടോ അല്ലെങ്കിൽ ബാക്കി അവർ ചെയ്യുന്ന ചാരിറ്റി ഫണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചിലപ്പോൾ ഒരു സപ്പോർട്ട് കിട്ടിയേക്കാം എന്നുള്ള ആശയം തന്നു. ഒപ്പം ബോബി ചെമ്മണ്ണൂർ നമ്പറും തന്നു. അങ്ങനെയാണ് ഞാൻ ബോച്ചനെ വിളിക്കുന്നത്. അപ്പൊ രവിയേട്ടൻ നമുക്കൊരു നിമിത്തായത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഒരുപക്ഷെ രവിയേട്ടൻ 1 ലക്ഷം 2 ലക്ഷം എടുത്ത് തരികയാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ മുന്നോട്ട് പോകില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും പോസിറ്റീവ് ഉണ്ടെന്ന്. ഇപ്പൊ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറയാം, ഭയങ്കര നല്ല പൈസയുള്ള ആളാണ് രവിയേട്ടൻ, എന്നിട്ട് ഞാൻ ഇത്രയും വലിയ ആശയം പറഞ്ഞില്ല, ഒരു 50,000 രൂപ ആൾക്ക് തരാറുന്നില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സ്വകാര്യത പറയാം. പക്ഷെ ഒരു സ്ഥലത്ത് പോലും ഈ നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടുള്ള രവിയേട്ടൻ ചെയ്ത എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് വന്നു. മൂസക്കായിട്ട് കണക്ഷനായി ദേവകി മേഡം ഉണ്ട്, അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ കണക്ട് ചെയ്ത് വന്നു. ഇന്നലെയും കൂടി ദേവകിയോടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ മുന്നോട്ടുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമ്മൾ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ പൈസനേക്കാളും മേലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആശയം എന്ന് പറയുന്നത്, ഐഡിയാസ്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഡൗട്ട് ഉണ്ടാവും, ആരാണ് ഈ പറയുന്ന രവിയേട്ടൻ? ഈ നമ്മുടെ രവിയേട്ടൻ എന്ന് പറഞ്ഞാല് നമ്മുടെ കണ്ണൂരിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ബിസിനസ് മാൻ എന്ന് മൂപ്പരെ പറയുന്നതിനേക്കാളും കൂടുതൽ ആള് പിന്നെ എല്ലാ ബിസിനസ്സുകാരെയും
ആൾക്കാരെയും മോട്ടിവേറ്റ് ചെയ്ത് ഇൻസ്പയർ ചെയ്ത് നിർത്തിക്കുന്ന കണ്ണൂരിന്റെ എന്താ പറയാ, കണ്ണൂരിന്റെ പ്രധാനപ്പെട്ട ഒരാളാണ് രവിയേട്ടൻ. എന്തായാലും രവിയേട്ടനുമായിട്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ നേരത്തെ പറഞ്ഞ മൂസക്കാനെ കുറിച്ചിട്ടും ഒരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്, മൂസക്കാട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഞാൻ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിട്ട് അപ്പൊ നിങ്ങൾ അപ്പൊ തന്നെ കാണാം ഇതൊക്കെ ആരാണ്, ഇവരുടെ ഒരു എനർജി എന്താണെന്ന് നിങ്ങൾ നേരിട്ട് അല്ലെ രവിയേട്ടനൊക്കെ ഇരുന്ന് കേട്ട് മനസ്സിലാക്കിയാലേ നമുക്കത് അറിയുള്ളൂ. അല്ല, ഇതെന്താ വെച്ചാല് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് നമ്മുടെ അനുഭവങ്ങളാണ് പറയുന്നത്. അപ്പൊ ഈ അനുഭവങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ അവരെ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവരും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ പൈസ വേണ്ട ചോദിക്കും. എന്റെ അടുത്ത് 10 പൈസ ഉണ്ടായിട്ടില്ല. ഇപ്പൊ എനിക്ക് ചെന്നൈയില് സ്റ്റുഡിയോ ആയി. അതായത് ഈ സ്റ്റുഡിയോ തുടങ്ങി ഞാൻ 1 വർഷമാകുമ്പോഴേക്കും ചെന്നൈയിൽ എനിക്ക് ബ്രാഞ്ച് വന്നു. അതുകൂടാണ്ട് ഇപ്പൊ ഞാൻ കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. കേരളത്തിൽ ഇപ്പൊ 2 സെക്ഷൻ ആക്കിയിട്ട് പകുതി ആക്കാൻ പോവാം. തൃശ്ശൂർ മുതൽ കണ്ണൂർ വരെ ഇവിടെയും, തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ കൊട്ടാരക്കര ഒരു സ്റ്റുഡിയോ പ്ലാൻ ചെയ്തോണ്ട്. അല്ല, ഞാനിപ്പോ വരുമ്പോ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന സമയത്ത് ഞാനിങ്ങനെ കുറെ ചോദ്യങ്ങൾ ഇങ്ങനെ മനസ്സിലാലോചിച്ചു, നമുക്ക് ഇതൊക്കെ ചോദിക്കണമല്ലോ. പക്ഷെ എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ല. കാരണം നിങ്ങൾ പറയുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് തോന്നുമല്ലോ. അപ്പൊ അതിൽ തോന്നിയ ഒരു കാര്യമാണ്, ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അതായത് ഈ രവിയേട്ടൻ ബോഷയുടെ നമ്പർ തന്നു. അങ്ങനെ ബോഷനെ വിളിച്ചപ്പോ അയാൾ ഫോൺ എടുത്തു, അതോ ഫോൺ എടുത്തു, അല്ലെങ്കിൽ എങ്ങനെയാണത്? 1.5 വർഷം ഫോളോ അപ്പ് ചെയ്തു ഞാൻ. 1.5 വർഷം ഫോൺ വിളിച്ചോ? ഫോൺ വിളിച്ചെടുത്തില്ല. അപ്പൊ ഞാൻ മെസ്സേജ് അയക്കും. അപ്പൊ എന്നോട് ആരാന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ഇന്നയാളാന്ന് പറയും, മൈൻഡ് ചെയ്യില്ല. അങ്ങനെ 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് 1.5 വർഷമായപ്പോ പുള്ളി ഫോൺ എടുത്തു. 1.5 വർഷം ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് 20 വർഷമാണ് എന്റെ. അതിൽ 15 വർഷമായി എന്റെ. ഞാൻ പ്ലാൻ ചെയ്ത് 15 വർഷം മുന്നേ പ്ലാൻ ചെയ്ത സംഭവങ്ങൾ ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വെറുതെ ഒന്നും പൊട്ടിമുളയ്ക്കുന്നല്ലാതെ ഞാൻ പറയുന്നത്. ആക്ച്വലി നമ്മൾ എല്ലാവരും കാണുമ്പോ എല്ലാവരും സക്സസ് നമ്മളെല്ലാവരും പറയും. ഈ സക്സസിലേക്ക് അവൻ സഞ്ചരിക്കുന്ന ഒരു യാത്ര ഉണ്ടാവല്ലോ. അപ്പൊ ഭയങ്കര പ്രതികരിച്ചെന്ന് പറഞ്ഞില്ലേ? അപ്പം ആ സമയത്ത് എന്താണ് തോന്നുന്നത്? അതെന്ന് വെച്ചാല് ബോച്ച പ്രതികരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോച്ചയ്ക്ക് ഞാൻ അങ്ങനെ അതിനോട് ആരാന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഏകദേശം 1.5 വർഷത്തോളം ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ക്ലബ് ബോസ് ക്ലിക്ക് ആയത്. ക്ലബ് ബോസ് വന്നില്ലേ? ക്ലബ് ബോസ് വന്നപ്പോൾ പോലെ അമേരിക്കയിലുള്ള ഒരു ടീമിന്റെ റൂമിൽ ബോച്ച വന്നു. അപ്പൊ അത് എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു, ബിനു. പറഞ്ഞിട്ട് അപ്പൊ ബിനുവിനോട് ഞാൻ പറഞ്ഞു, എത്ര പേരുണ്ടെങ്കിലും ബോച്ചയുടെ എനിക്ക് സംസാരിക്കണം, എന്നെ കയറ്റി വിടണം എന്ന് പറഞ്ഞു. അപ്പൊ ബിനു ഒക്കെ പറഞ്ഞു. അങ്ങനെ ബോച്ച വന്നപ്പോ 400-ലധികം ആൾക്കാർ ബോച്ചയോട് സംസാരിക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷെ ബിനു എന്നെ കയറ്റി വിട്ടു. അവർക്ക് കയറ്റി വിടാലോ. ഞാൻ ബോച്ചയോട് പറഞ്ഞു, ബോച്ച 1 വർഷത്തിൽ മേലെ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നു. അപ്പൊ ബോച്ച ഒരു ദിവസം എനിക്ക് അതിന് മുന്നേ ഒരു 5-8 മാസം കഴിഞ്ഞപ്പോൾ ഒരു നമ്പർ തന്നു, PN-ന്റെ. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു കൊടുത്തു. പിന്നെ അവരൊന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ ബോച്ചയോട് പറഞ്ഞു, ബോച്ച എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു. പിന്നെ അവരൊന്നും എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ബോച്ച ഈ ക്ലബ് ഹൗസിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിൽ നിന്ന് കേൾക്കുന്നതിൽ അവരോട് പറയാണ്, ഇങ്ങനെ ഷൈൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വിളിച്ചിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ശ്രദ്ധിച്ചില്ല കൊണ്ട് അവരെ ചീത്ത പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, സാധാരണ എല്ലാ ആളുകളും ചെയ്യുന്നതാണല്ലോ, അവരുടെ താഴെയുള്ള സ്റ്റാഫുകളോട് നമ്മുടെ മുന്നിൽ നിന്ന് ചീത്ത പറയുന്ന സംഭവം ഉണ്ടല്ലോ. ഞാൻ എന്നോട് പറഞ്ഞു, നാളെ രാവിലെ 10 മണിക്ക് വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, എന്നത്തെ പോലെ വിളിച്ചു. ഞാൻ രാവിലെ 10 മണി വിളിച്ചപ്പോൾ പുള്ളി ഫോൺ എടുത്തു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ഇന്നലെ റൂമിൽ മനസ്സിലായി പറയുമെന്നാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് നിങ്ങളൊരു ആശയമുണ്ട്, ഇങ്ങനെ പാട്ടുകൾ നമ്മൾ ചെയ്യുക, ആ പാട്ടുകളിലൂടെ നമുക്കൊരു 20-25% നമുക്ക് ഈ ആളുകൾക്ക്, അതായത് പാട്ട് എഴുതുകയും പാടുകയൊക്കെ ചെയ്യുന്ന കലാകാരന്മാർക്ക് നമുക്ക് അതിന്റെ റവന്യൂന്റെ ഒരു 20% ഷെയർ ചെയ്യുന്നൊരു ഐഡിയ എൻ്റെ അടുത്തുണ്ട്. അപ്പൊ കൊച്ചണ്ട് പറഞ്ഞു, ഒന്നുകൂടി പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നുകൂടി, അപ്പൊ പുള്ളിയെ സ്ട്രൈക്ക് ചെയ്തു. ഒരു പാട്ടിലൂടെ നമുക്ക് മിനിമം ഒരു 5 കുടുംബങ്ങൾ സേവ് ചെയ്യാനുള്ള സംഭവമാണ് പുള്ളിയെ സ്ട്രൈക്ക് ചെയ്തു. അപ്പൊ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ പിയുടെ നമ്പർ തരാം, വിളിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ അങ്ങനെ കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചു, ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി, തൃശ്ശൂർ പോയി. ബോച്ചന്റെ കൂടെ ഫസ്റ്റ് തന്നെ മീറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. അപ്പൊ ഞാൻ ഒരു ദിവസം നിന്നപ്പോൾ എന്നോട് പോകാൻ പറയുന്നത്. അപ്പൊ അന്ന് ഒന്നും പറഞ്ഞില്ല, ബോച്ചന്റെ വീട്ടിൽ തന്നെ താമസിച്ചു. രാത്രി ഇപ്പൊ കുറച്ച് സ്പീക്കറൊക്കെ കൊണ്ടുവന്ന് പാട്ടും പരിപാടിയൊക്കെ ആയി. ബോച്ചന്റെ കുറച്ച് ടീമൊക്കെ അടിപൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് 1000 ദിവസം കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു പിറ്റേ ദിവസം ഞാൻ പോവാന്ന്. 2-ാം ദിവസം ഇപ്പൊ ബോച്ച പോകണ്ടൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ പോട്ടേന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. വീണ്ടും ഞാൻ അവിടെ നിന്നു. അന്ന് ഇതേപോലെ പിറ്റേ ദിവസം ഇപ്പൊ ബോച്ചന്റെ സുഹൃത്തുണ്ട് ബിനോയേട്ടൻ. ബിനോയേട്ടൻ ഞാനും കൂടിയിട്ട് അവിടുത്തെ കുറച്ച് നമ്മളെ സംഗീതമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് പോയി, വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് അങ്ങനെ അന്ന് രാത്രിയും ബോച്ച പോകണ്ടെന്നൊന്നും പറയുന്നില്ല. പിറ്റേ ദിവസമായി ഇതേപോലെ തന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിക്കും. ബോച്ച ചിലപ്പോൾ എവിടെയും പോകും, കോർപ്പറേറ്റ് മീറ്റിങ്ങിന് പോകും, വരും. 3 ദിവസമായപ്പോൾ 3-ാമത്തെ ദിവസമാണ് ബോച്ച രാവിലെ എന്നോട് ചോദിച്ചു, ഷൈൻ എന്താ പരിപാടിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ബോച്ച ഒന്നും പറയാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം പോയിട്ട് വരും, പിന്നെ കണ്ണൂർ പോകുന്നുണ്ട്, അതോ എവിടെയാണോ പോകണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സാർ പറയുന്ന പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ കോർപ്പറേറ്റ് മീറ്റിംഗിന് ഹാളിൽ മീറ്റിംഗിന് ഇരിക്കാന്ന് പറഞ്ഞു. അവരെ കോർപ്പറേറ്റ് മീറ്റിംഗിന് ഇരിക്കാന്ന് പറഞ്ഞു.
അപ്പൊ പിന്നെ ഞാൻ കണ്ണൂർ വരാൻ നിന്നില്ല, നേരെ എന്റെ വീട് തൃശ്ശൂരായിരുന്നു. അമ്മയുടെ അടുത്ത് പോയി. അവിടെ പോയി നേരെ പിറ്റേ ദിവസം ചെല്ലുമ്പോഴാണ് ഞാൻ ഇതിന്റെ ഒരു ബിസിനസ് മോഡൽ മനസ്സിലാക്കുന്നത്. വലിയൊരു ഹാള് ഭയങ്കര എന്നോട് പറഞ്ഞ പ്രസന്റ് ചെയ്തോളം പറഞ്ഞു. എന്റെ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഭയങ്കര പ്രിപ്പയർ ചെയ്ത് പോയിട്ടൊന്നുമില്ല, ഒന്നുമില്ല. സാധാരണ പറയുമ്പോൾ എന്റെ ആശയം ഞാൻ പറഞ്ഞു. ആശയം പറഞ്ഞപ്പോ എനിക്ക് അവിടെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു 5-10 പേരുണ്ട് ഇത് കേൾക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ ബോച്ച ഇങ്ങനെ എന്റെ പ്രസന്റേഷൻ കഴിഞ്ഞപ്പോ ഇവരോട് ചോദിച്ചപ്പോ ഞാൻ എന്താണ് പറഞ്ഞത് അതിന്റെ 10 പോയിന്റ്സ് ആണ് ഇവര് പറയുന്നത്. പഠിച്ചിട്ട് അതായത് ഞാൻ പറയുമ്പോ തന്നെ അവരത് ഓരോ കാര്യങ്ങൾ പോയിന്റ് ചെയ്തിട്ട് അപ്പോഴാണ് മനസ്സിലായത് കോർപ്പറേറ്റ്. അതായത് എനിക്ക് തോന്നിയത് എത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ടീമിന്റെ ബലത്തിലാണ് പിന്നെ ഉറപ്പായിട്ടും എന്ന് വെച്ചാല് അത് നമ്മൾ പറയുമ്പോ ഇവർ ഓരോരുത്തർ കേട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വെറുതെ കേട്ടിരിക്കുന്നത്. പക്ഷെ അവർ പിന്നീട് പറയുന്നത് അതിന്റെ കോപ്പറേറ്റിന്റെ വശങ്ങള്, അതിങ്ങനെ പാട്ടെടുത്ത് കഴിഞ്ഞാൽ ഇന്നെ മാരിയുണ്ട്, 60 വർഷമാണ് അതിന്റെ സാധനങ്ങൾ, ഇങ്ങനെ എല്ലാ സാധനങ്ങളും. എനിക്ക് തോന്നുന്നത് ബോഷെ നിങ്ങളിപ്പം വീട്ടിൽ നിർത്തിയില്ലേ, ഈ സമയത്ത് തന്നെ ഇതിന്റെ മുഴുവൻ ആശയങ്ങളും. അത് കഴിഞ്ഞപ്പോ എന്നോട് ഷാരൂഖ് പറഞ്ഞു ഫ്രണ്ടിൽ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്താ ചോദിച്ചു, അല്ല കോപ്പറേറ്റ് മീറ്റ് കഴിഞ്ഞ സാധാരണ എല്ലാവരും ബോച്ചന്റെ ഒപ്പം ഇരിക്കാറുണ്ട് പറഞ്ഞു. അങ്ങനെ ബോച്ച എന്റെ കൂടെ ഫ്രണ്ടിൽ ഇരുത്തി. എന്നിട്ട് ബോച്ചനോട് പറഞ്ഞു, ഷൈൻ എന്തിനത് ചെയ്തതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഷൈന് നല്ല ഡിറ്റർമിനേഷൻ ഉണ്ട്, സ്കില്ലുണ്ട്. അപ്പൊ ഞാൻ 3 ദിവസം ഷൈനെ സ്റ്റഡി ചെയ്തു. എനിക്ക് സ്വർണ്ണ കച്ചവടം അറിയൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ബിസിനസ് കൊണ്ടുപോകാനുള്ള കേപ്പബിലിറ്റി ഷൈനുണ്ടോ എന്ന് എനിക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഷൈനിന്റെ കൂടെ നിർത്തിയതെന്ന് പറഞ്ഞിട്ട് പുള്ളി സപ്പോർട്ട് ചെയ്തു, ഫണ്ട് റിലീസ് ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഇപ്പൊ ഫണ്ട് നമുക്ക് ഇപ്പൊ ഞാൻ 25 ഒരു 15 ഉള്ളിൽ വരുന്ന രീതിയിലാണ് പറഞ്ഞത്. പുള്ളി സ്റ്റാർട്ടിങ് നല്ലൊരു ഫണ്ട് തന്നു, 5 തന്നു, പിന്നെ 5 തന്നു. ഏകദേശം 15 നമ്മൾ ആപ്പിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ എന്റെ വീട് ഒരു ചെറിയ വീടായിരുന്നു. അപ്പൊ പുള്ളി വീട്ടിൽ വന്ന് ഒരു വീടൊക്കെ ആക്കി നല്ലൊരു വീടൊക്കെ വെച്ച് അവിടെയാണ് ഞങ്ങൾ ആപ്പ് ലോഞ്ച് ചെയ്തത്. പക്ഷെ ഇപ്പോ താൽക്കാലികമായിട്ട് ആപ്പ് ഒന്ന് സ്ലോവില് നിൽക്കുന്നത്. കാരണം വയനാട്ടില് അതൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ട് നമുക്ക് വീണ്ടും റീ ഓപ്പൺ ചെയ്യാന്നുള്ള രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് ബോഷ, നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പാണ്? 3 ഡയറക്ടേഴ്സ് ഉള്ളത്. 3 ഡയറക്ടേഴ്സ്, ഒരാള് ബോഷ. ബോച്ചന്റെ കൂടെയുള്ളവർ തന്നെ. എങ്ങനെയെങ്കിലും ബ്രാൻഡിങ് സപ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും മൂപ്പരെടുത്ത്? നല്ലോണം. ബോച്ച മ്യൂസിക് എന്നാണ് അതിന്റെ പേര്. ഇതിന് അങ്ങനെ പേര് തന്നെ പേരങ്ങനെ തന്നെയാണ്. ഈ കമ്പനി മെലോ ഫൈൽസ് എന്നാണ് പേര്. മെലോ ഫൈൽസ് എന്ന് പറഞ്ഞ കമ്പനി ഞാൻ ഉണ്ടാക്കിയത്, എന്റെ പേരാണ്. ആ പേര് തന്നെ നമ്മൾ കമ്പനി. ഇപ്പൊ ഇവിടെയുള്ള സ്റ്റുഡിയോ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണുള്ളത്? അല്ല, സ്റ്റുഡിയോ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടില്ല. സ്റ്റുഡിയോ നമ്മൾ ആർക്കേസ് എന്ന് പറയുന്നത് നമ്മളെ അണ്ടറിൽ വരുന്ന സ്റ്റുഡിയോ ആണ്. അപ്പൊ ഈ ജോയിന്റ് വെഞ്ചർ ആയിട്ടുണ്ട്. മെലോ ഫൈൽസ് ആണ് കമ്പനി. അപ്പൊ ഈ കമ്പനി ഇപ്പം ലോഞ്ച് ആയോ? കമ്പനി ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ആപ്പ് പുറത്തേക്ക് വിട്ടിട്ടില്ല. കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. അപ്പം പിന്നെ ഈ കമ്പനി മെലോ ഫൈൽസ് പറയുന്നത് മെലോ ഫൈൽസ് അല്ലേ? മെലോ ഫൈൽസ് പറഞ്ഞാല് ഈ കമ്പനി ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത്? ഫ്യൂച്ചറിൽ ഈ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ. ഒരു മ്യൂസിക് സൂപ്പർ മാർക്കറ്റ്, മ്യൂസിക് സൂപ്പർ മാർക്കറ്റ്, അതായത് കോപ്പിറൈറ്റ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പൊ കോപ്പിറൈറ്റ് അതുകൊണ്ടാണ് പല ആളുകൾക്കും പല കണ്ടന്റുകൾ ഉപയോഗിക്കാൻ പറ്റാത്തത്. അപ്പൊ എന്റെ അടുത്ത് 10,000-ലധികം പാട്ടുകളുണ്ട്. അപ്പൊ നമുക്ക് ഒരു കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാനത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഓൾറെഡി ഒരു 10-25 സ്റ്റാഫ് ഉണ്ട്. പെർമനന്റ് ആയിട്ടുള്ളത് ഞാൻ കരാറടിസ്ഥാനത്തിൽ ചെയ്യിക്കുന്നത്. അപ്പൊ ഇവർക്കൊക്കെ ഞാൻ സ്കില്ലുള്ള ആളുകളെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് ഞാൻ ഓരോ വർക്ക് ഞാൻ അവർക്ക് കൊടുക്കും. അത് കൃത്യമായിട്ട് അവർ ചെയ്തു തരും. അതിന്റെ പേയ്മെന്റ് അവർക്ക് കൊടുക്കും. പുറത്തുള്ള വർക്കുകൾ വരും. അപ്പൊ ഈ വ്ളോഗേഴ്സ്, യൂട്യൂബേഴ്സ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉള്ള മ്യൂസിക്കുകൾ ഞാൻ സീമാസിന്റെ ഒക്കെ ഞാനാ ചെയ്യുന്നത്. അതായത് സീമാസ് വെഡിങ് കളക്ഷൻ ഇല്ലേ, അവരുടെ ഇപ്പൊ യൂട്യൂബേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിന്റെ മറ്റൊരു ചാനൽ കൂടിയുണ്ട്, യൂട്യൂബ് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടുള്ള പ്രശ്നം ഇത് കോപ്പിറൈറ്റ് തന്നെയാണ്. ഈ കോപ്പിറൈറ്റ്സ് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോപ്പിറൈറ്റ് തന്നെയാണോ? അപ്പോൾ ഈ മലയാളത്തിലുള്ള മ്യൂസിക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് പലരും എന്നോട് പറഞ്ഞിട്ടുള്ള പരാതി. അപ്പൊ അങ്ങനെ ആവുമ്പോ ഇപ്പൊ നിങ്ങൾ പറയുന്ന ആപ്പ് വഴിയാണോ നമുക്ക്? ഈ ആപ്പ് വഴിയും കിട്ടും, അല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റും. മാനുവലായിട്ടും കൊടുക്കാം, ആപ്പ് വഴിയും കൊടുക്കാം. നമ്മളിപ്പോ ഓഡിയോ ജംഗിൾ പോലുള്ള കമ്പനികളൊക്കെ $13 $20 ഒരു 3 മിനിറ്റ് 2 മിനിറ്റിന്റെ ഒക്കെ നല്ല മ്യൂസിക്കുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വെസ്റ്റേൺ കൾച്ചർ മാത്രമാണ്. കാരണം അവർക്ക് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കൾച്ചർ അറിയില്ലല്ലോ. നമുക്ക് എപ്പിഡമിക് സൗണ്ട് എന്നൊക്കെ സാധനങ്ങളുണ്ട്, അവര് ഇപ്പൊ പർച്ചേസ് ചെയ്ത് വാങ്ങിക്കുന്നത്. അല്ല, അവിടെ നിങ്ങൾ പറഞ്ഞൊരു പ്രശ്നം ഇത്, അതായത് മ്യൂസിക് മലയാളത്തിൽ കിട്ടാനില്ല എന്ന് ഉള്ളത് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഒരു ആശയമാണോ നിങ്ങൾ ഡെവലപ്പ് ചെയ്തത്? അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഞാൻ ഇതിന്റെ റവന്യൂ എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുക? റവന്യൂ സൈൽ തന്നെ നമുക്ക് മ്യൂസിക് തന്നു. ഇപ്പൊ ഉദാഹരണത്തിന് യൂട്യൂബ് ചെയ്യുന്ന ഒരാള് നിങ്ങൾ എനിക്ക് മ്യൂസിക് തന്നു, അപ്പൊ കോപ്പിറൈറ്റ് ഫ്രീ മ്യൂസിക് ആണ്. ആ മ്യൂസിക്കിന് നിങ്ങൾ പെയ്ഡ് ആയിരിക്കില്ലത്. അതെ,
അതെങ്ങനെയാണ് അത് അത് പെയ്ഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഇപ്പൊ ഞാൻ മാനുവലി പെയ്ഡ് ചെയ്യുന്ന എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു പെർ സോങ് ഒരു 5 മിനിറ്റിന്റെ ഒരു പെർ സോങ് ഞങ്ങൾ 4,999 പ്ലാൻ ഉണ്ട്, 6,999 പ്ലാൻ ഉണ്ട്, 7,999 പ്ലാൻ ഉണ്ട്. അപ്പൊ ഈ പ്ലാനുകൾ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് ഇൻസ്ട്രുമെന്റ് കയറുമ്പോൾ പൈസ കൂടും. ഇപ്പൊ ഫ്ലൂട്ട്, വീണ പോലെയുള്ള ഇൻസ്ട്രുമെന്റ് കൂടുമ്പോൾ, കാരണം ലൈവ് ഒരാൾ വായിക്കണല്ലോ. ബാക്കിയൊക്കെ നമുക്ക് ടെക്നോളജി ഇപ്പൊ സോഫ്റ്റ്വെയർസ്, ലോജിക് പ്രോ, ക്യൂബേസ്, ന്യൂന്റെ പോലുള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ ഒരു തേർഡ് പാർട്ടി പ്ലഗിൻസ് ഉണ്ടാവും. ആ പ്ലഗിൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ എമൗണ്ട് വരുന്നുള്ളൂ. നമ്മുടെ സ്കില്ല് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അത് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് അറിഞ്ഞാൽ മതി. സാധനങ്ങൾ ഓൾറെഡി കമ്പനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു C സ്കെയിലില്, D സ്കെയിലില് അത് കറക്റ്റ് അത് അപ്ലൈ ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിൽ വേറെ എക്സ്പെൻസ് വരാത്തതുകൊണ്ടാണ് ചെറിയ എമൗണ്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു മിനിറ്റൊക്കെ നമ്മൾ ചെറിയ ചെറിയ മ്യൂസിക്കുകളൊക്കെ നമ്മൾ 999, വെറും 1,999 പ്ലാനിനൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബൾക്കായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ മ്യൂസിക് കൂടുതലും എനിക്ക് തോന്നുന്നു ഇപ്പം യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ആയ ആൾക്കാർ ചിലപ്പം നിങ്ങളെ ആ മ്യൂസിക് ചിലപ്പോൾ കൂടുതലായിട്ട് ആവശ്യം വരൂല. പക്ഷെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആവശ്യം വരിക? ആഡ് കമ്പനിക്ക് മാത്രമല്ല, ഇത് ആക്ച്വലി ഇത് എങ്ങനെയാ വെച്ചാല് ഈ പേഴ്സണൽ ഹാപ്പിനെസ്സിന് തന്നെയാണ് ഞങ്ങളുടെ മ്യൂസിക് കൂടുതൽ ഉപയോഗപ്പെടുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ ഹാപ്പിനെസ് തന്നെയാണ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ഒരു ഫാമിലിയിൽ ബർത്ത്ഡേ മുതൽ വെഡിങ് ആനിവേഴ്സറി മുതൽ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റസുകൾ ഇടാനും അവരുടെ FBയിൽ അവരുടെ ക്രൗഡ് വേണമെന്നില്ല. ഇപ്പൊ നമുക്ക് പേഴ്സണലി നമ്മുടെ ബന്ധുക്കളും നമ്മുടെ ആളുകളും കാണുന്ന ഒരു പ്ലാറ്റ്ഫോം FBയിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും എല്ലാ ഫാമിലിക്കും ഉണ്ടാവും. ഫാമിലി അല്ല, ഒരു കുടുംബത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു 6-7 അക്കൗണ്ട് ഉള്ള ആളുകളാണ്. ഇപ്പൊ ഫാദർ, മദർ, അവർക്ക് സെപ്പറേറ്റ് ചാനൽ ഉണ്ടാവും, കുട്ടികൾക്ക് വേറെ ചാനൽ ഉണ്ടാവും. അപ്പൊ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സന്തോഷം കിട്ടുന്ന ഇടങ്ങളാണല്ലോ ഇതൊക്കെ. എന്റർടൈൻമെന്റ് ഏരിയയിൽ അവരെ എക്സ്പ്ലോർ ചെയ്യാനും അവരെ പ്രൂവ് ചെയ്യാനും പറ്റുന്ന ഇടങ്ങളിൽ മാക്സിമം അവര് അത് 100 പേര് കണ്ടാലും 10 ലക്ഷം പേര് കണ്ടാലും ആളുകൾ എണ്ണം എന്നതിനേക്കാൾ അപ്പുറം 10 പേര് കാണുന്നിടത്തായാലും അവർക്ക് അവരെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് കൂടുതൽ. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ബർത്ത്ഡേ സോങ്സ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു അച്ഛൻ മകൾ അറിയാണ്ട് പാട്ടുണ്ടാക്കിയിട്ട് ബർത്ത്ഡേന്റെ അന്ന് ഗിഫ്റ്റ് ആയിട്ട് പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കുന്ന ഒരു സന്തോഷമാണ് അത്. അപ്പൊ അതിൽ പുള്ളി അതുവരെ ആ മകളിലൂടെ സഞ്ചരിച്ച കാര്യങ്ങളൊക്കെ അതിൽ വരികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അപ്പൊ അവരുടെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ സന്തോഷം നമുക്ക് മണി കൊണ്ടുവരുന്നു. മണി ഈസ് ബൈ പ്രൊഡക്റ്റ്. നമ്മൾ ഹാപ്പിനെസ് കൊടുക്കുന്നു. ഇപ്പൊ ഞാൻ എവിടെയും പറയുന്ന ഡയലോഗ് എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന വർക്കല്ല, ഒരു മാസം 100 പേരുടെ നമ്മൾ ജീവിതത്തിൽ കാണാത്ത 100 പേർക്ക് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഇവിടുത്തെ ടാർഗറ്റ്. ഒരു യൂണിറ്റിന്റെ ടാർഗറ്റ് മിനിമം 100 100 വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് ഭക്തി ഉള്ള പാട്ടായിരിക്കാം, വിപ്ലവമുള്ള പാട്ടായിരിക്കാം, പ്രണയമുള്ള പാട്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവരുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. ഏത് തന്നെ ആയാലും അവർക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സംഭവം ചെയ്യുമ്പോൾ അവരുടെ ഹാപ്പിനെസ് നമുക്ക് മണി കൊണ്ടുതരും. അങ്ങനെ ചോദിച്ചാൽ മതി. അങ്ങനെയാണ് അത്. ഇപ്പം ഈ പാട്ടുകൾ എന്ന് പറയുന്നത് ഇപ്പം പാടിയിട്ടുള്ള പാട്ടുകൾ ഉണ്ടല്ലോ, അപ്പം അതിന്റെ വരികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൂടുതൽ നമ്മളിലേക്ക് ആളുകൾ വരുന്നത്? വരി എഴുതിയ ആളുകളാണ് നമ്മുടെ അവർക്ക് വരി ഉണ്ടാവും. അപൂർവ ആളുകൾ, അതായത് 100-ൽ ഒരു 90% എഴുത്തുകാരാണ് ഞങ്ങളുടെ ക്ലയൻസ് എന്ന് പറയുന്നത്, എഴുതുന്നവർ. കാരണം അവർക്ക് അവരുടെ ബുക്കില് അല്ലെങ്കിൽ അവരുടെ മൊബൈലിൽ വെറുതെ കിടക്കുന്ന വരികൾ പാട്ടായിട്ട് കേൾക്കാൻ നമ്മൾ ചെറിയ എമൗണ്ട് ചെയ്യുമ്പോൾ അവർ ഹാപ്പിയാണ്. കാരണം അവർക്ക് ഒരു സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ സ്റ്റുഡിയോ റെന്റും ഈ എക്സ്പെൻസും ഒക്കെ 10-15 വരും. ഇതെന്ന് വെച്ചാൽ നമ്മൾ നേരിട്ട് കാണുന്നില്ല. അവർ വാട്സാപ്പിൽ പാട്ട് അയച്ചിരുന്നു, ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നു, അവർ പേയ്മെന്റ് അയക്കുന്നു, അവർ ഹാപ്പി ആവുന്നു, ഒരു ഫൈനൽ ഔട്ട് അവർക്ക് കിട്ടും. പാടുന്നതും നിങ്ങളുടെ ഞാൻ പാടും, ആൾക്കാരുണ്ട്, ഫീമെയിൽ വോയിസ് അങ്ങനെ നിങ്ങൾ തന്നെ പാടി. എല്ലാവരും ഉണ്ട്, ഇപ്പൊ എഴുതുന്നവരുണ്ട്. ഇപ്പൊ നമ്മളൊരു ആശയം കൊടുത്തു കഴിഞ്ഞാൽ എഴുതി തരുന്ന എഴുത്തുകാരുണ്ട്, ഒരു 3-4 എഴുത്തുകാർ. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നേരത്തെ ബർത്ത്ഡേന്റെ കാര്യം പറഞ്ഞ പോലെ എന്റെ മകൾക്ക് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് നിങ്ങൾ എഴുതി തരണം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇത് നിങ്ങൾ. അപ്പൊ ഞങ്ങൾ എന്ത് ചോദിച്ചപ്പോ എന്നോട് ആവശ്യപ്പെടാണ്, പക്ഷെ ഐറ്റൂൺസിൽ വിളിച്ചിട്ട് പറയാണ് എന്റെ മകളുടെ ബർത്ത്ഡേക്ക് ഒരു സോങ് വേണം എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഞങ്ങളുടെ ആരുണ്ടാവും, ലിറിസിസ്റ്റ് ഗ്രൂപ്പ് നിങ്ങളെ വിളിക്കും. അപ്പൊ ലിറിസിസ്റ്റ് ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ സുരേന്ദ്രൻ കുറുമ്പുഴ, സുനിൽ ആയെങ്കി, പ്രശാന്ത് പ്രസന്നൻ, അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ ഞങ്ങൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആളെ ഇവിടുന്ന് സെലക്ട് ചെയ്യും. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന അവൈലബിൾ ആണ് അവർ വിളിക്കും. അപ്പൊ അവർ സാറിന് വിളിക്കുന്നു. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കും, ആളുടെ പേര് ചോദിക്കും, നിങ്ങൾക്ക് എന്തൊക്കെ ഈ പാട്ടിൽ വരണം. അപ്പൊ നിങ്ങൾ ആവശ്യപ്പെടാണ് എന്റെ ഉപ്പാന്റെ പേരിൽ വരണം, ഉപ്പാന്റെ കൊച്ചുമോള എന്നുള്ള പേര് വരണം, എന്റെ തറവാടിന്റെ പേര് വരണം, താരാട്ടുപാട്ട് പോലെ. അപ്പൊ അല്ലെങ്കിൽ എനിക്ക് എന്റെ മോളുടെ പഠിക്കുന്ന സ്കൂളിലെ കൂട്ടുകാരുടെ പേര് വരണം. അപ്പൊ എന്തൊക്കെ അതിൽ വരണം എന്നുള്ള ഡാറ്റാസ് ആദ്യം കളക്ട് ചെയ്യും. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്യും, ഈ ഡാറ്റാസ് വെച്ചിട്ട് ഇവർ ലിറിക്സ് ചെയ്തിട്ട് അയച്ചു തരും. ഇതൊക്കെയാണ് ചെയ്യും. അപ്പോൾ പോയിന്റ്സ് പറയാം, അല്ല ഈ പോയിന്റ്സ് വേണ്ട, അവിടെ ഇത് ആഡ് ചെയ്യണം, അവിടെ ഉമ്മാന്റെ പേര് ആഡ് ചെയ്യണം, ഞങ്ങളുടെ തറവാട്ട് പേര് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം, പിറന്നാളെ ഡേറ്റ് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ വെക്കണം, അങ്ങനെ സജഷൻസ് വരും. 2, 3, 4 കോൺവെർസേഷൻ കഴിയുമ്പോൾ ഔട്ട് ഈ പ്രൊഡക്റ്റ് ആവും. പിന്നെ അതിന് ട്യൂണ് കൊടുത്ത് അതും
കേൾപ്പിച്ച് ഓക്കെ ആണെങ്കിൽ ഫൈനൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നു, പേയ്മെന്റ് വാങ്ങിക്കുന്നു. ആദ്യം അഡ്വാൻസ് വാങ്ങിക്കുന്നു, പിന്നീട് ഫൈനൽ കൊടുക്കുന്നതിന് മുന്നേ ഡെമോ ഫുൾ ഓക്കെയിൽ പേയ്മെന്റ് വാങ്ങിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ സിസ്റ്റം ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഇപ്പം പിന്നെ കണ്ണൂർ ഇപ്പം ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇവിടെ? ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ വർക്കുകൾ വരുന്നു, അത് മാനേജ് ചെയ്യാൻ മാനേജർ ഉണ്ട്. ഇപ്പൊ പേഴ്സണലി ഞാൻ ഡയറക്റ്റ് ഒന്നും കൊടുക്കാറില്ല, മാനേജ് ചെയ്യുന്ന. ഇവിടുന്ന് പാട്ട് പാടാനുള്ള സൗകര്യങ്ങൾ അല്ലാണ്ട് സ്റ്റുഡിയോ റെക്കോർഡിംഗ് റൂം ഉണ്ട്, പ്രൊഡക്ഷന്റെ ഒരു 4 പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെ തന്നെ ഉണ്ട്. ഒരേ സമയം 4 പേർക്ക് ഇരുന്ന് ഇതേപോലെ പ്രൊഡക്ഷൻ ചെയ്യാവുന്ന യൂണിറ്റ് ഇതുണ്ട്. പക്ഷെ നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ എക്കോസ്റ്റിക് വേണം, സൗണ്ട് പ്രൂഫ് വേണം. അത് ഇതിന്റെ അകത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ പാട്ടെടുക്കാൻ നമുക്ക് ഇവിടെ മാത്രമേ പറ്റൂ, ബാക്കിയെല്ലാം പുറത്ത് നടക്കും. പിന്നെ ചെന്നൈയിൽ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞാൻ കരാറടിസ്ഥാനത്തിലത്തെ സ്റ്റാഫുകളുണ്ട്, അവരൊക്കെ അവരെ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് ഞാൻ സിസ്റ്റം എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ സ്വന്തം സിസ്റ്റത്തിൽ അവർ ചെയ്യും. അപ്പൊ നമുക്ക് വരികൾ വരും, അത് നമ്മൾ പാട്ടാക്കിയിട്ട് ട്യൂൺ ഇട്ടിട്ട് വരികളാക്കിയിട്ട് പാട്ടാക്കിയിട്ട്. ഇപ്പം ഇതിപ്പോ ഈ റെക്കോർഡ് ചെയ്യാനുള്ള മണിക്കൂറിനാണോ പൈസ വരുന്നത്, എങ്ങനെയാണ് അതിന്റെ പാക്കേജ് ആണത്? നമ്മളൊരു 4,999 പാക്കേജ് എന്ന് പറയുന്നത് ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതിലൊന്നും അറിയണ്ട. റെക്കോർഡിങ്, മിക്സിങ്, മാസ്റ്ററിങ്, ഓർക്കസ്ട്രേഷൻ എല്ലാം ചെയ്ത് നല്ലൊരു പാട്ടായിട്ട് കൊടുക്കും. അതുകൊണ്ടാണ് ഇത് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഒരാളിപ്പോ ഇവിടെ വന്ന് പാട്ട് പാടുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ട് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു എക്സ്പെൻസ് അല്ലെങ്കിൽ അല്ല, അത് ഈ ഞങ്ങളുടെ ഈ പ്രൊജക്റ്റായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഹിഡൻ ചാർജസ് ഒന്നുമില്ല. ഈ പ്ലാൻ പറഞ്ഞാൽ ഈ പ്ലാൻ പ്രകാരം തിരുവനന്തപുരത്തുള്ള ആൾ, ഇപ്പൊ ഞങ്ങൾ മിനിഞ്ഞാന്ന് ഇവിടെ പാടാൻ വന്നത് കൊട്ടാരക്കരയുള്ള ആളാണ്. അവരെ മകന് ചെറുതായിട്ടൊരു ഓട്ടിസത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, പക്ഷെ പാട്ടൊക്കെ അത്യാവശ്യം നന്നായിട്ട് പാടാം. അപ്പൊ പുള്ളി റഷ്യയിലെ ജോലി ചെയ്യുന്നത്. പുള്ളി മകനെ ഡയറക്റ്റ് കൊടുന്ന് ഇവിടുന്ന് മ്യൂസിക് ഡയറക്ടറെ മുന്നിൽ തന്നെ പാടിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി കൊട്ടാരക്കരന്ന് വൈഫും മോനും പുള്ളി ഇവിടെ വന്ന് ഓരോ മനസ്സ് റൂം എടുത്തിട്ട് പിറ്റേ ദിവസം വന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് റെക്കോർഡ് ചെയ്തിട്ട് അവർ രാത്രി ഇവിടുന്ന് പോയി. അപ്പൊ അതെന്തുകൊണ്ടാ വെച്ചാല് അവർക്ക് ഇവിടെ വന്ന് തന്നെ പാട് റെക്കോർഡ് ചെയ്യുമ്പോൾ അത് ഭംഗിയാവും എന്നുള്ളത്. ശരിക്കും എക്സ്പെൻസ് നോക്കുമ്പോൾ അവർക്ക് ചെറിയ എക്സ്പെൻസ് കൂടുതലായിരിക്കാം, പക്ഷെ അത് എക്സ്പെൻസിന് അപ്പുറം അവർ ചില ആൾക്കാർ നോക്കുന്നത് അതാണ്, ക്വാളിറ്റി ഒന്നുകൂടി നമുക്ക്. അപ്പൊ അതിനെങ്ങനെ ചാർജ്? ഒരു ചാർജും ഇല്ല, അവർക്ക് ചാർജ് വന്നതേ ഉള്ളൂ. അവരെ യാത്രേന്റെ ചാർജ്, റെക്കോർഡ് ഇവിടുന്ന് ചാർജ് ഇല്ല. ഞാൻ ചാർജ് വാങ്ങിക്കാറ്. ഞാനൊരു 1 മണിക്കൂർ 2 മണിക്കൂർ വരെ ഞാൻ ഒന്നും ഈടാക്കാറില്ല. പിന്നെ ഈ പാക്കേജിൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യാന്ന് പറയുമ്പോൾ നടക്കില്ല. അപ്പൊ ഞാൻ 1 മണിക്കൂറിന് 500 രൂപ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ കാസർഗോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ടീച്ചിങ്ങിലായിരുന്നു. അപ്പോൾ നമുക്ക് ബേക്കൽ ഫോർട്ടിൻ്റെ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ബേക്കൽ ഫോർട്ട് പറഞ്ഞാൽ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ തോന്നിയാണ് എന്തുകൊണ്ട് ബേക്കൽ ഫോർട്ട് പണ്ട് ഉണ്ടായ അതേപോലെ ഉണ്ടായിക്കൊള്ള എന്ന് ഒരാശയം വന്നു. അങ്ങനെ നമ്മൾ ബേക്കൽ ഫോർട്ട് 3D ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കി പഴയതുപോലെ തന്നെ റീബിൽഡ് ചെയ്തിട്ട് ഇതിന് വോയിസ് കൊടുക്കണമല്ലോ. അങ്ങനെ വോയിസ് കൊടുക്കാൻ വേണ്ടി എന്താ പരിപാടി എന്ന് മൈക്കിനെ കുറിച്ച് ഒരു ധാരണയില്ലാത്ത സമയത്ത് ആദ്യമായിട്ട് പിന്നെ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ കാസർഗോഡ് നീലേശ്വരം സ്റ്റുഡിയോയിൽ പോയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഈ സ്റ്റുഡിയോ സെറ്റപ്പും മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് 1 മണിക്കൂർ 2 മണിക്കൂറിന് എത്ര പൈസയാണ് നമ്മൾ കൊടുത്തത്. അവിടെ ഞാൻ നേരത്തെ ചോദിച്ചത് ഇങ്ങനെ പിന്നെ പുറത്തുനിന്ന് ഒരാൾ വന്ന് അവരുടേതായ സോങ്ങോ എന്തെങ്കിലും ഇപ്പം യൂട്യൂബിലൊക്കെ ഇടാനാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന റെക്കോർഡ് ചെയ്യണമെങ്കിൽ അതിന് ചാർജ് ഉണ്ടോ ഇതുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾ ബാക്കി ഇപ്പം ഇവിടുത്തെ പാക്കേജസിന് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പൊ ആവശ്യമുള്ളവർ, എനിക്ക് ചോദിക്കാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാരണം എന്താ അറിയോ, അതിന്റെ ഒരു വിഷയം എന്താ അറിയോ, ഞാനത് പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ പല ആളുകൾക്കും കല എന്ന് പറയുന്നത് ഒരു ബിസിനസ് മോഡല് കണ്ടെത്താൻ പറ്റാറില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചത് എനിക്കിഷ്ടപ്പെട്ട് ചെയ്യുന്ന മേഖലയിൽ എന്തായാലും ഒരു ബിസിനസ് മോഡൽ ഉണ്ടാവും. അത് ഞാൻ കണ്ടെത്തി. അപ്പൊ അത് കണ്ടെത്തിയപ്പോൾ അതൊരു ബിസിനസ് മോഡലിലേക്ക് വന്നു. അപ്പോൾ അതിനെ അനുകൂലിക്കുന്നവരും വിമർശിക്കുന്നവരും ഉണ്ടാവാം. കല എന്ന് പറയുന്നത് ദൈവികമാണ്. പക്ഷെ ഞാൻ പറയുന്നത് യേശുദാസ് ആയാലും മോഹൻലാൽ ആയാലും പൃഥ്വിരാജ് ആയാലും ആക്ടേഴ്സ് ആണ് പോലും അതും ഒരു കലയാണല്ലോ. ബിസിനസിന്റെ അല്ലേ കല നമ്മൾ പറഞ്ഞാലും ബിസിനസ് തന്നെയാണല്ലോ മെയിൻ. ജീവിക്കണ്ടേ, കലയാണ് ബിസിനസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലിപ്പോ എത്ര ആളുകൾ നമ്മളെ വിമർശിച്ചാലും അല്ലെങ്കിൽ അങ്ങനെയായാലും കല എന്ന് പറയുന്നതിലും വലിയൊരു കച്ചവടം ഉണ്ട്. അപ്പോൾ കലയിൽ കച്ചവടം ചെയ്യുന്ന ആൾ മോശക്കാരനാണെങ്കിൽ ഞാനൊരു മോശക്കാരനാണ്. അല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ ഇപ്പൊ തന്നെ നോക്കിയാൽ ഇപ്പൊ യൂട്യൂബ് ചാനലായാലും മറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ ആളുകൾ അവർക്കുള്ള സ്കില്ല് വെച്ചിട്ട് ആണ് അവരുടെ വരുമാനം വരുന്നത്. കാരണം പണ്ടത്തെ പോലെ എല്ലാവരും പോയി എപ്പോഴും പാടത്ത് പണിയെടുക്കണം അല്ലെങ്കിൽ കൽപ്പണി എടുക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഇപ്പൊ ശരിയല്ല. കാരണം എനിക്ക് എന്താണ് കഴിവുള്ളത് അത് ഉപയോഗിച്ച് നമ്മൾ ഇപ്പം ഉദാഹരണം ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നു, അത് ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ധൈര്യവും സ്കില്ലും ഞാൻ വളരെ പതുക്കെ ആണെങ്കിലും ഞാൻ നേടിയെടുത്തതാണ്. അപ്പോൾ ആ ഇത് വെച്ചിട്ട് ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നു, നിങ്ങൾക്ക് എന്നോട് സംസാരിക്കുന്നു. അപ്പോൾ അത് നമ്മളൊരു ബിസിനസ് മോഡലായിട്ട് ഇങ്ങനെ വരുന്നു.
അത് സാധാരണ ഇങ്ങനത്തെ ശർമ്മന് താഴെ കമന്റ് വരും നല്ല പണിക്ക് കൂടെ. സത്യത്തിൽ ഇത് ഇതൊന്നും ചിന്തിക്കുന്നില്ല, ഇത് അതിനേക്കാളും ചൂടായി ഇത് ചിന്തിച്ച് ഇവരെ ഒബ്സർവ് ചെയ്ത് ഇവരെ കാര്യങ്ങൾ പഠിച്ച് ഒരുപാട് സാധനങ്ങൾ കണ്ട് ഈ കൂലിപ്പണിക്ക് പോകുന്നതിനേക്കാളും ബ്രെയിൻ ചൂടായിട്ടാണ് ഇത് ഞാനിപ്പോ നമ്മളെ ഈ സാബ് സ്റ്റോക്ക് എന്ന് പറയുന്ന ചാനലിൽ ഞാൻ പിന്നെ ഇത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. എനിക്കൊന്നും വേറെ പണിക്ക് വേണ്ടി ഈ വേറെ പണി ഞാനെപ്പോഴും ആലോചിക്കുന്നത് ഈ വേറെ പണി എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കൽപ്പണിയും ഇത് മാത്രമേ ഇപ്പൊ പണിയെന്ന്. കാരണം ആധുനിക കാലത്ത് ഇപ്പം എന്ന് പറഞ്ഞാല് ജോലിയുടെ സ്റ്റൈല് മാറി. ഇപ്പൊ സോഫ്റ്റ്വെയർ കമ്പനികൾ ഒരു കാലത്ത് IT കമ്പനീസ് വന്നു, പിന്നീട് അത് മാറി മാറി ഇപ്പം ഈ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ഒരു ജോലി തന്നെയാണ്. കാരണം മറ്റുള്ളവർ ഉണ്ടാക്കുന്ന എത്രയോ മടങ്ങ് പൈസ ഇതിലൂടെ കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ പിന്നിൽ ഉണ്ടാവുന്ന ഒരു സ്ട്രെസ്സും അതിന്റെ കഷ്ടപ്പാട് എന്ന് പറയുന്നത് മറ്റു പണികളെ പോലെ തന്നെ നമ്മുടെ സമയവും പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിനെയും ബ്രെയിനിനെയും ഒക്കെ ബാധിക്കുന്ന ശരീരം കൊണ്ട് ചെയ്ത് വേർക്കുന്ന മാത്രമാണ് ജോലി എന്ന് ചിന്തിക്കുന്ന വലിയ വിഭാഗം ആളുകളുണ്ട്. പക്ഷെ അവരിങ്ങനെ വന്ന് കമന്റ് ചെയ്യും. ആ കമന്റ് കൊണ്ട് മറ്റേത് പറഞ്ഞ പോലെ നിങ്ങൾ അറിയുന്ന കല്ല് കൂമ്പാരാക്കിയിട്ട് കിട്ടില്ല. അത് കുറെ കഴിയുമ്പോൾ അവർക്ക് തന്നെ എനിക്ക് തോന്നുന്നു പലർക്കും ഇപ്പൊ മനസ്സിലായി തുടങ്ങി. കാരണം ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്. നമ്മൾ ഒരു ന്യൂ ജനറലിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പഴയ ഇതന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കാര്യമില്ല. എങ്ങനെയാണ് ലോകം സഞ്ചരിക്കുന്നതിന്റെ കൂടെ പോവാന്നല്ലാതെ നമ്മൾ കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇപ്പോൾ ഈ ഇന്റർവ്യൂ ആയാലും പോലും നിങ്ങളൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ അത് ഭയങ്കര മോട്ടിവേഷനാണ്. കാരണം നിങ്ങളിപ്പോൾ നേരത്തെ ഞാൻ ബോബി ചെമ്മന്നൂരിൻ്റെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ എന്താണ് റെസ്പോൺസ് ഉണ്ടായത്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് എന്താ പറയുക, രവിയേട്ടൻ നമ്പർ ആയിരുന്നു ഞാൻ അതാണ് എന്നെ മനസ്സിലെന്ന് വെച്ചാൽ ബോബി ചെമ്മന്നൂരാണ് പറഞ്ഞോളൂ എന്താണ്. അപ്പൊ നിങ്ങൾ ഈ 1.5 വർഷം ഫോളോ ചെയ്ത് വന്നപ്പോൾ ഞാൻ ഞെട്ടി. കാരണം 1.5 വർഷം ഒരാളെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു 10 ദിവസം ഫോളോ ചെയ്താൽ മടുക്കും. പോട്ടെ ഒരു 2 മാസം ഒരാളെ കോണ്ടാക്ട് ചെയ്യാം. പക്ഷെ ഇതിങ്ങനെ ഒരു 1.5 വർഷത്തോളം അതിന്റെ പിന്നോട് സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നേടിയെടുക്കണം എന്നുള്ള അത്രയും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ നല്ല ഡിറ്റർമിനേഷൻ ആളാന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ മ്യൂസിക്കിന് നമുക്ക് വെറുതെ ഇപ്പൊ എന്റെ ഒരു 5-15 കൊല്ലം മുന്നേ നീ ഇപ്പൊ എന്താ പാട്ടും കൂത്തായിട്ട് നടക്കുകയാണോ ഒന്ന് ചോദിച്ചിരുന്ന പല ആളുകൾക്കും ആ പാട്ടും കൂത്തിലൂടെ ഞാൻ ഉണ്ടാക്കുന്ന വരുമാനത്തിലൊരു ഭാഗം ഇന്ന് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് 10 വർഷം കഴിഞ്ഞപ്പോ. അപ്പൊ അന്ന് പാട്ടും കൂത്താണോ എന്ന് ചോദിക്കുമ്പോൾ ആ പാട്ടിലും കൂത്തിലും ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് നമ്മൾ ഓരോ ഘട്ടത്തില് ഇപ്പൊ ഒരു ബിസിനസ് മോഡലിലേക്ക് വരുമ്പോൾ നമ്മൾ അതിന്റെ SOP ഉണ്ടാക്കണം. അതിനിപ്പോ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് തന്നെ എല്ലാവർക്കും കൃത്യമായിട്ട് ആര് എന്ത് ചെയ്യണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി അതിന് ഒരുപാട് ഗുണം ചെയ്ത ദേവകി മാഡം, മൂസക്ക, രവിയേട്ടൻ നമുക്ക് എപ്പോഴും അവൈലബിൾ അല്ലെങ്കിലും കിട്ടുന്ന സമയം സൂപ്പർ ആയിരിക്കും. ഒരു 10 മിനിറ്റ് ആണെങ്കിൽ 10 മിനിറ്റ് പ്രൊഡക്റ്റീവ് ആയിരിക്കും. മൂസക്കാണെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ മൂസക്ക എങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിരുന്നിട്ട് എനിക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു. സെയിം ദേവകി മാഡം, അവരൊക്കെ പുറത്ത് അത്യാവശ്യം നല്ല പൈസ വാങ്ങിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രൊഫഷനാണ്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ എന്താണ് പോസിറ്റീവ്, എന്താണ് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണി മാത്രമല്ല. ഇപ്പൊ നമുക്ക് PCCയിലായാലും അറിയാം, പല ആളുകളും നമ്മളായിട്ട് ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോ എല്ലാവരും പറഞ്ഞൊരു പോയിന്റ് ഞാൻ കേട്ടിട്ടുണ്ട്, ബിസിനസ് തുടങ്ങാനുള്ള പൈസ എന്നുള്ളത്. മണി ബൈ പ്രൊഡക്റ്റ് ആണെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ടാവും, ആശയത്തിന് മുറുകെ പിടിക്കുന്ന എത്ര പേരുണ്ട്? വളരെ കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ എന്റെ ഉദാഹരണം തന്നെ പറയാം. ഞാൻ ഇവിടെ തുടങ്ങി, ഞാൻ വർക്ക് ചെയ്ത് അത് കണ്ടതിന് ശേഷം എന്നിലേക്ക് വരുന്ന ഇൻവെസ്റ്റേഴ്സ് ഇപ്പൊ ഒരുപാടുണ്ട്. ഒരു 5 കൊല്ലം 6 കൊല്ലം മുന്നേ ഞാൻ നടക്കലായിരുന്നു എല്ലാവരും ബാക്കിൽ, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യോ. ഞാൻ ഈ റീസെന്റ് ആയിട്ട് പഠിച്ച ഒരു കാര്യം, അഡ്വർടൈസിംഗ് ഉള്ള ഏറ്റവും വലിയ കാര്യം ഡോണ്ട് ടെൽ ദം ഷോ ദം എന്നാണ്. അതായത് നമ്മളൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നേക്കാൾ നല്ലത് നമുക്ക് അവർ കാണിച്ചു കൊടുക്കാനുള്ള. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ 2 പേര് തമ്മിലുള്ള ഇന്റർവ്യൂവിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പലരും പറയും അതെന്താ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഞാൻ നിങ്ങളുമായിട്ടൊരു ഇന്റർവ്യൂ ചെയ്തു. അപ്പൊ ഈ ഇന്റർവ്യൂ കാണുമ്പോഴാണ് മറ്റൊരാൾക്ക് ഇതിനെ കുറിച്ച് ഒരു രൂപം കിട്ടുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ എൻ്റെ ഒരു ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളുടെ ബിസിനസ് ഇതുപോലുള്ള ആശയങ്ങളും ഇൻസ്പിറേഷൻസും ഒക്കെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പിന്നെ വിളിച്ചപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ ഓർമ്മ വന്നു, ചോദിച്ചു നോക്കാം. വെറുതെ ഇപ്പൊ നിങ്ങൾ ഓഷനെ വിളിച്ചെന്ന് വന്ന പോലെ ഞാൻ വെറുതെ ഒരു മെസ്സേജ് ഇട്ടാണ്, എന്താ റെസ്പോൺസ് നോക്കാം. അപ്പൊ നിങ്ങൾ വന്നോളൂ പറഞ്ഞപ്പോൾ എന്തായാലും എടുക്കാം. അപ്പൊ ഇതുപോലെയുള്ള കുറച്ച് ആളുകളുടെ ഇന്റർവ്യൂസ് ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അപ്പൊ കുറച്ച് ആൾക്കാരെ കൂടി PCCയിലുള്ള ആൾക്കാർ വളരെ നല്ല കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഞാൻ അതിൽ കാണുന്ന ഒരു സാധനം എന്ന് പറയുന്നത്, ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സോഷ്യൽ ക്യാപിറ്റലാണ്.
മണി ക്യാപിറ്റൽ ബാക്കിലാണ് നിൽക്കുക. കാരണം സോഷ്യൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മണി ക്യാപിറ്റൽ വരും. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ചെയ്യുന്ന ഈ വ്ളോഗേഴ്സ്, അതായത് ഒന്നും ചെയ്യണ്ട, അവര് വെറുതെ വീട്ടിൽ കറി ഉണ്ടാക്കുന്നു. ഇതൊക്കെ ചെയ്യുന്ന വ്ളോഗേഴ്സ് പോലും മിനിമം 5 lakh അവർ മന്ത്ലി ഉണ്ടാക്കുന്നുണ്ട്. ബ്രാൻഡുകൾ മൊത്തം അവര് ബാക്കിലാ. ഇപ്പൊ ഇവിടുത്തെ കണ്ണൂരുണ്ടെന്ന് നോക്കാം. ഇപ്പൊ നാറത്തായാലും ഞാൻ എന്റെ നല്ല സുഹൃത്തുക്കളാണ് നിഗി, സജീഷ്, അവരൊക്കെ മന്ത്ലി ഏൺ ചെയ്യുന്ന റവന്യൂ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താ, അവർക്ക് പ്രൊമോഷൻസ്. കാരണം അവരൊരു വീഡിയോ ഇട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ 1 million ആണ് കാണുന്നത്. നമ്മളിവിടെ എന്തുണ്ടാക്കിയിട്ടും കാര്യമില്ലാന്ന്. നമ്മളിനി റഹ്മാനെ കൊടുന്ന് പാട്ടുണ്ടാക്കിയാലും ഇത്ര വ്യൂ കിട്ടൂല. കാരണം ഇവര് ചെയ്യുന്ന സാധനങ്ങൾ ഇവർ സെറ്റ് ഓഫ് ആളുകളെ ഇവരിലേക്ക് കൊണ്ടുവന്ന് കൃത്യമായിട്ട്. അപ്പൊ സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് മണി ക്യാപിറ്റലിനേക്കാളും വലുത് തന്നെയാണ്. സോഷ്യൽ ക്യാപിറ്റൽ വന്നാൽ മണി ക്യാപിറ്റൽ ബാക്കിൽ വരുന്നതാണ്. അതാണ് ഞാനുണ്ടല്ലോ, ഞാനിപ്പോ ഈ ചാനലിന്റെ പിന്നെ ആദ്യത്തെ പേര് എന്റെ സംരംഭം എന്നായിരുന്നു. അപ്പൊ എന്റെ സംരംഭം എന്ന് പറയുന്ന ചാനലായിട്ട് മുന്നോട്ട് പോകുമ്പോൾ 1 മാസം കൊണ്ടാണ് ഞാൻ മോണിറ്റൈസേഷൻ ആയത്. 1 മാസം കൊണ്ട് സക്സസ് ആയി. പക്ഷേ അത് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലായി എന്റെ സംരംഭം എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസൈൻ ഉണ്ട്, അപ്പൊ അതിന്റെ ഒരു പ്രശ്നം വരണ്ട എന്ന് വെച്ചാൽ ഞാനും എന്റെ സംരംഭവും എന്നുള്ള പേരിലേക്ക് വന്നു. പക്ഷെ അതിൽ 1-2 വീഡിയോസ് ചെയ്തിട്ട് പിന്നെയും ഞാൻ കുറച്ച് നാളത് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഒന്നാമത് ഞാൻ നേരിട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് സാധാരണ ആളുകളെ കുറിച്ച് ഇന്റർവ്യൂ ചെയ്യാനാണ്. മറിച്ച് എനിക്ക് വലിയ വലിയ ആൾക്കാരാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഓൾറെഡി ഉണ്ട്. അവരെ പോയി ജസ്റ്റ് ഇന്റർവ്യൂ ചെയ്യണം, റിക്വസ്റ്റ് ചെയ്താൽ കിട്ടും. പക്ഷെ അത് ആൾക്കാർ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സാധാരണ നമ്മളിടയ്ക്കുള്ള വ്യവസായം ചെയ്യുന്ന ചെറിയ ചെറിയ സംരംഭങ്ങൾ ചെയ്യുന്നവരെ പരിചയപ്പെടുത്തണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പായി. കുറേ ആളുകൾക്ക് ആക്സെപ്റ്റ് ഒന്നത് അറിയുന്നില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സംസാരിച്ചപ്പോഴാണല്ലോ ആളുകൾ കാണുന്ന ഒരു ഐഡിയ കിട്ടുക. അങ്ങനെ അത് ചെയ്തു. എന്നിട്ട് പിന്നെ പേര് മാറ്റി. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പേ ഞാൻ വേറെ ചാനൽ തുടങ്ങി, പിന്നെ ഫുൾ ബിസിയായി. അതിൽ ഫുൾ ബിസിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ അവതരിപ്പിക്കാൻ എനിക്കറിയില്ലായിരുന്നു. ഭയങ്കര ബോറിംഗ് ആണ്. ഞാൻ സംസാരിക്കാൻ അറിയില്ല. പിന്നെ അതൊക്കെ എങ്ങനെയൊക്കെയോ പഠിച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ പുതിയ പേരിട്ട് സാബ്സ് ബ്രാൻഡ് ടോക്സ്. ഈ ബ്രാൻഡ് ടോക്സ് പേരിട്ട സമയത്ത് ഒരുപാട് ബ്രാൻഡ് ടോക്സ് ഉണ്ട്. അപ്പോഴാണ് ഞാൻ നേരത്തെ വന്നപാട് പറഞ്ഞില്ലേ 4 ആൾ അറിയട്ടെ എന്നുള്ള പേര് ഇടാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത് ഈ ഒരു ചാനലിന്റെ പേര് 4 ആൾ അറിയട്ടെ. അതാണ് നമ്മളെ അതൊരു പ്രൊമോഷൻ കേട്ടോ. അപ്പൊ ഈ ചാനലില് ഈ വീഡിയോ കാണുന്ന ആളുകൾ എല്ലാവരും ഇത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക. കാരണം ഷൈൻ എന്ന് പറയുന്ന വ്യക്തിയെ പോലെ സമൂഹത്തിൽ ഒരു പക്ഷെ ഒരു ഓണ്ടർപ്രണറായിട്ട് വരാൻ പാരമ്പര്യമോ സാഹചര്യം ഇല്ലാത്ത ആളുകളെ ഒരുപാട് ആളുകൾക്ക് മോട്ടീവ് ആവാനും അവരെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഉള്ള ഒരു ഉദ്യമമാണ്. അപ്പൊ എല്ലാ കാര്യങ്ങൾക്കും അവർക്കൊരു പർപ്പസ് ഉണ്ടാവും, ഒരു മോട്ടീവ് ഉണ്ടാവും. അപ്പൊ എന്നെ പോലെ തന്നെ ഇദ്ദേഹത്തിനും ഒരു പർപ്പസ് ഉണ്ട്, ഇത്തരത്തിലുള്ള ആളുകളെ എത്തിക്കുക എന്നുള്ളത്. ഞാൻ ചെയ്യുന്നത് എന്താ, പാട്ടുകൾ ചെറിയ പൈസക്ക് വലിയ പൈസ മുടക്കിട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ചെറിയ എമൗണ്ട് പാട്ട് കൊടുക്കുന്നു. ഇദ്ദേഹം ചെയ്യുന്നത് എന്താ, അത്തരത്തിൽ ബിസിനസ്സുകളൊക്കെ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ബിസിനസ്സൊക്കെ ചെയ്ത് സാധാരണക്കാരുടെ നിന്ന് ഉയർന്നു വരുന്ന ആളുകളെ എല്ലാവർക്കും മോട്ടീവ് ആവുന്നതിലേക്ക് പ്രസന്റ് ചെയ്യാൻ നോക്കുന്നു. അപ്പൊ രണ്ട് ലെവലിൽ നമ്മൾ ചെയ്യുന്ന സംഭവത്തിൽ ഈ പേരിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് അറിയോ, എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ആയ കാര്യം എന്ന് പറഞ്ഞാല് 4 ആൾ അറിയട്ടെ എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യവും അതാണ്. ആ പേര് ഞാൻ ഒരിക്കലും മനസ്സിലാലോചിച്ചതല്ല. ഞാൻ അങ്ങനെ ഒരു പേരിടണം എന്ന് ഭയങ്കര പ്ലാൻ ചെയ്യുന്നില്ല. പെട്ടെന്ന് ഒന്നാണ് സഡൻ ആയിട്ട് ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പിൽ 4 ആൾ അറിയട്ടെ എന്നുള്ള ഒരു ആശയം പെട്ടെന്ന് എൻ്റെ കയ്യിൽ വരുന്നു. ഞാൻ അതിനെ ഒരു ലോഗോ ആക്കി മാറ്റുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്റെ ചാനൽ ആ പേര്. അപ്പൊ എനിക്ക് ആദ്യം ഒരു ചമ്മലുണ്ട്, അതായത് 4 ആൾ അറിയട്ടെ ഫസ്റ്റ് വീഡിയോ തന്നെയാണോ? അതെ, അടിപൊളി. അപ്പൊ ക്ലിക്ക് ആവും ഉറപ്പായിട്ടും. ക്ലിക്ക് ആയില്ലെങ്കിൽ എനിക്കല്ല മോശം, നല്ല വ്യൂ വരണം, ലക്ഷങ്ങൾ കടന്നങ്ങ് പോട്ടെ, നല്ല വ്യൂ. എനിക്കിപ്പം നിങ്ങളെല്ലാവരും ഇപ്പം ഈ പറഞ്ഞ ദേവകി മാഡത്തിനെല്ലാം ഇന്റർവ്യൂ ചെയ്യണമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം മുമ്പ് ടാർഗറ്റ് ഇട്ടു. പക്ഷെ ഞാൻ ആരോട് പറഞ്ഞില്ല മൂസൊക്കെ ഇവരല്ലേ. അതുപോലെ എൻ്റെ സാബ്സ്റ്റോക്ക് ചാനലിൽ ഒരാളുടെ ഇന്റർവ്യൂ റീസെന്റ് ചെയ്തു. മൂപ്പരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ 1 വർഷം മുമ്പേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവസാനം കറങ്ങി മുപ്പത്തെത്തി എന്നിട്ട് ഇന്റർവ്യൂ. അതാണ് നമ്മളിപ്പോ ആ ഒരു ഇതിലേക്ക് പോകുമ്പോ എന്തായാലും എത്തും. പിന്നെ സെലിബ്രിറ്റി ആയാലും അല്ലെങ്കിലും ഈ സംരംഭം ചെയ്യുന്ന ആളുകളൊക്കെ ബേസിക്കലി അതായത് തിരക്ക് തന്നെയായിരിക്കും. ഒരു ഫീൽഡിൽ ഇപ്പൊ നിങ്ങളായാലും അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ ഒരു 5 ഇന്റർവ്യൂ 6 ഇന്റർവ്യൂ ഒക്കെ പ്ലാൻ ചെയ്ത് ഡേറ്റ് ക്ലാഷ് ആയി പോകും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ബിസി എല്ലാവരും ഉണ്ടാവും. ഇപ്പൊ ഞാനും ഭയങ്കര ബിസിയാണ്, നിങ്ങളും ബിസിയാണ്. ഇത് രണ്ടും കൂടി സിങ്ക് ആവുന്ന ഒരു സ്ഥലത്താണ് ഇത് സംഭവിക്കുന്നത്. പല കാര്യങ്ങളും സംഭവിക്കാതെ ഇപ്പൊ 1.5 വർഷം ബോച്ചേനെ ഫോളോ അപ്പ് ചെയ്ത്
ചെയ്തിട്ട് 1.5 വർഷം സംഭവിച്ചത് എന്തുകൊണ്ടാ? ഞാനിങ്ങനെ പോകുന്നുണ്ട്, പുള്ളി ഇങ്ങനെ പോകുന്നുണ്ട്, അപ്പൊ ഇത് തമ്മിൽ സിംഗിൾ ജോയിന്റ് വരുന്നില്ല. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞ അതിനൊരു പോലെ അത് ഒരു സാധനം വരണം. അത് ഇപ്പൊ നമ്മള് തമ്മിൽ ഇപ്പൊ ഇരുന്നു. അതേപോലെ എല്ലാ കാര്യങ്ങൾക്കും ആ സാധനം ഉണ്ടാവും. ഇപ്പൊ ചെന്നൈയിൽ സ്റ്റുഡിയോ തുടങ്ങുന്ന സമയത്ത് ഈ ഒരു സംഭവം തന്നെ. ഇപ്പൊ ഇന്ദു കലാകാരൻ സാറ് ജയേട്ടനോട് പാട്ട് ചെയ്യാൻ വന്നതാ. ഇവിടെ കീച്ചേരിയുള്ള ജയേന്ദ്രൻ EN ജയ നന്നായിട്ട് എഴുതുന്ന ആളാ. പുള്ളി പാട്ട് ചെയ്യാൻ വന്നു. ആ ഒരു കണക്ഷൻ ഇതായി നോക്കുമ്പോ പുള്ളി 40 വർഷമായിട്ട് ചെന്നൈയിലുള്ള ആളാ. അപ്പൊ എനിക്ക് ഈ മേഖലയിൽ ഒന്നും കൂടി ഇപ്പൊ നമ്മളിവിടെ ഭയങ്കര സെലിബ്രിറ്റി ആയിട്ട് കാണുന്ന ആളുകൾക്കൊപ്പം നമുക്ക് അവിടെ നിന്ന് ചായക്കടയിൽ നിന്ന് ചായ പിടിക്കാൻ പറ്റും. ആ ട്രാക്കുകൾ പോകുമ്പോഴാണ് നമ്മുടെ കൂടെ മറ്റുള്ളവരെ ആരൊക്കെയാണ് നമ്മുടെ കൂടെ പോകുന്നതെന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞ വ്യത്യാസം ഫീൽ ചെയ്തോ? നമ്മളിപ്പോ കേരളത്തിൽ ഇപ്പൊ റിയാലിറ്റി ഷോയിൽ ഇപ്പൊ ശരത് സാറ്, ഉണ്ണിമോനൻ, മധുബാലകൃഷ്ണൻ ഇവരൊക്കെ നമ്മൾ ഭയങ്കര സെലിബ്രിറ്റികളായിട്ട് കാണുമ്പോൾ അവരും സെലിബ്രിറ്റികൾ തന്നെ. പക്ഷെ ഇവിടത്തേക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അവരിപ്പോ ചെന്നൈയിൽ നമ്മൾ താമസിക്കുമ്പോൾ കൊരട്ടൂര്, പിന്നെ പാടി, അങ്ങനെ ഈ ഏരിയയിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഈ ആൾക്കാരുണ്ട്. അപ്പൊ ഇവര് ചിലപ്പോൾ നമ്മൾ ഇവിടെ നടക്കുന്ന പോലെ ചായ പിടിക്കാൻ വരുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഭയങ്കര സെലിബ്രിറ്റിയാ. അപ്പൊ നമുക്ക് ഇവരായിട്ട് ഒന്നും കൂടി ഡീപ്പായിട്ട് ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ വന്നു എന്നുള്ളതാണ് ചെന്നൈയിൽ പോയപ്പോഴുള്ള വ്യത്യാസം. അപ്പൊ അത് നമ്മുടെ വളർച്ചയുടെ ഒരു ഘടകമാണ്. 15 വർഷം മുന്നേ ഞാൻ ഡിസൈൻ മെക്കാനിക്കായിട്ട് വണ്ടികൾ ജോലി ചെയ്ത് നടക്കുന്നു. ആ ഒരു 15 വർഷത്തെ ഡിസൈൻ ചെയ്തപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ആക്ച്വലി ഞാൻ ഈ ഒരു മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്ന രീതിയിലേക്ക് ഒരു 10,000 ആളുകൾ നമ്മുടെ സഹയാത്രികരായിട്ടുണ്ട്. വേറെ ബ്രാഞ്ച് ഉണ്ടാക്കുന്നു. അങ്ങനെയൊക്കെ നമുക്ക് പോകാം. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എത്ര മിനിറ്റ് വേണം, 30 മിനിറ്റ് വേണം എന്ന്. അപ്പൊ എനിക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരു കാര്യം, അതായത് ഒന്നാമത് നിങ്ങൾ സ്റ്റോറീസ് ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും മൂപ്പർക്ക് കുറഞ്ഞൊരു 45 മിനിറ്റ് പറയാൻ എന്തായാലും അല്ല നോക്കിയിട്ട് കട്ട് ചെയ്തോട്ടാ, അതൊന്നും കുഴപ്പമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ലെങ്ത് വരട്ടെ. കാരണം ലെങ്ത് ഇപ്പം ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ചില എക്സ്പീരിയൻസുകൾ പറയുമ്പോൾ അത് കട്ട് ചെയ്ത് കാണിച്ചില്ല, അത് ഫുള്ളായിട്ട് തന്നെ കാണണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇത് എത്ര മിനിറ്റ് ആയാലും കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് സ്യൂട്ടബിൾ ആയിട്ട് ആ ഒരു 40 മിനിറ്റ് എങ്ങനെയും ഞാൻ ശരാശരി ഇടും എന്ന് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് പറഞ്ഞത്. കാരണം ഞാൻ അങ്ങനെ നമ്മളെ ആദ്യത്തെ 4 അറിയത്തെ ആദ്യത്തെ വീഡിയോ ഒന്നല്ലേ ഇത്, കയറി പോണം, അടിപൊളിയാവും. അപ്പം പിന്നെ എന്തായാലും ഇത്രയും നേരം എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അതിനെ കൊണ്ട് എനിക്കുണ്ടായ ഗുണമെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുക അല്ലെങ്കിൽ പോസിറ്റീവായി എന്നൊക്കെ പറയാം. കാരണം പിന്നെ ഈ ഒരു ഞാൻ ഓൾറെഡി മറ്റേ ചാനലിൽ ഇങ്ങനെ പോകുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഇതിനെയും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലോ എന്നൊരാഗ്രഹം, അതിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നേരത്തെ പറഞ്ഞ പോലെയാണ് നമ്മളിടയിലുള്ള സംരംഭകരെ, ചെറിയ ചെറിയ ആളുകളെ 4 ആൾ അറിയട്ടെ എന്നുള്ളത്. ഇത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ വിസിബിലിറ്റി എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. ജസ്റ്റ് ഉദാഹരണം കേട്ടാ, ഇപ്പോൾ നിങ്ങൾ വന്ന് നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുന്നു, പറയുന്നു, ഇത് നമ്മൾ തമ്മിൽ രണ്ടുപേര് വെറുതെ ഇരുന്ന് സംസാരിക്കാം. പക്ഷെ ഇത് വേറെ ഒരു തേർഡ് പാർട്ടിക്ക് കാണുന്ന രീതിയിലേക്ക് ഡിവൈസിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താ അറിയോ, ഈ ഒരു പ്രോസസ്സിങ്ങിന് ഒരു പ്രൊഫഷണൽ സംഭവം വരും. അവരുടെ ലൈഫിൽ നമ്മൾ അറിയാത്ത രീതിയിലേക്ക് ഒരു സംഭവം വരും. ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ നഞ്ചിയമ്മ എന്ന് പറയുന്ന ഒരു കാര്യം, അവർക്ക് ദേശീയ പുരസ്കാരം കിട്ടി. സത്യത്തിൽ ആ സിനിമയില് ഇപ്പൊ അതിന്റെ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജും ബിജുമേനോനും കൂടിയിട്ട് ഇവരെങ്ങനെ ഇരുത്തിയിട്ടുള്ള ഒരു വീഡിയോ. അപ്പൊ നഞ്ചിയമ്മയോട് ചോദിക്കും ഇത് പൃഥ്വിരാജൻ, അപ്പൊ എനിക്കറിയില്ല പൃഥ്വിരാജ് ആരാന്നറിയില്ല. ആ വീഡിയോ ഭയങ്കര വൈറലായി. ശരിക്കും ആ സിനിമയിൽ അതിന്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞ ശരിക്കും കേൾക്കണേ, ശരിക്കും ആ സിനിമയിൽ നഞ്ചിയമ്മേനെ അങ്ങനെ കൊണ്ടുവരേണ്ടതോ പൃഥ്വിരാജും ബിജുമേനോനും കൂടി അങ്ങനെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല സത്യത്തിൽ. കാരണം എന്താ, അവരെ പാട്ട് സിനിമയിലുണ്ട്, അവർ പാടിയിട്ട് അവർ പോകുന്നു. പക്ഷെ അങ്ങനെ ഒരു വീഡിയോ, ഒരു വിസിബിലിറ്റി അതിന് കിട്ടിയപ്പോൾ സംഭവിച്ച ഗുണം എന്താ അറിയോ, അവരെ ലൈഫ് മാറി. ആദിവാസി കൂട്ടത്തിൽ ഉള്ളൊരു കലാകാരിയായിട്ട് മാത്രം അവരുടെ ജനവിഭാഗങ്ങളിൽ, അവരുടെ സമുദായത്തിൽ മാത്രം ഒതുങ്ങി പോകാണ്ട ഒരു സ്ത്രീയെ ദേശീയ പുരസ്കാര ലെവലിലേക്ക് എത്തിക്കാൻ ഈ ഒരു കണ്ടന്റിന് കഴിഞ്ഞു. അവിടെയാണ് നമ്മൾ ഈ രേഖപ്പെടുത്തലിന്റെയും ഇടങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത്. പറഞ്ഞ പോയിന്റ് മനസ്സിലാവും. ഇപ്പൊ എൻ്റെ അച്ഛൻ എഴുതിയ പാട്ടുകളാണ് കലാഭവൻ മണി പാടിയത്. എൻ്റെ അച്ഛൻ എന്തുകൊണ്ട് പിക്ചറിൽ വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസിബിലിറ്റി കംപ്ലീറ്റ് കലാഭവൻ മണിക്കായിരുന്നു. പുള്ളി അത് പുള്ളിയുടെ പാട്ടുകൾ എന്നുള്ള രീതിയിലാണ് അതിന്റെ മൊത്തം വീഡിയോയിൽ വന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എഴുതുന്ന ആളുകളും ബാക്കിയുള്ള ആളുകളും ഇൻവിസിബിൾ ആയി പോകും. ഇവിടെ പൃഥ്വിരാജും ബിജുമേനോനും സച്ചി എന്ന് പറഞ്ഞ ഡയറക്ടറും കൂടിയിട്ട് നഞ്ചിയമ്മേനെ സമൂഹത്തിന് മുന്നിൽ എടുത്തിട്ട് കാണിച്ചു. ഇവരാണ് ഇത് പാടുന്നത്. അത് ഹൈഡ് ചെയ്തെങ്കിൽ നഞ്ചിയമ്മേനെ നമ്മൾ അറിയോ? നമ്മൾ ആരും കാണില്ല. അവരെ പാട്ട് നമ്മൾ കേൾക്കും. കോമൺ ആയിട്ട് നമ്മൾ എത്ര പാട്ട് കേൾക്കുന്നുണ്ട്, നിലാപ്പൊങ്കലായാലും കേൾക്കുന്നുണ്ട്. നമുക്കത് ആരോ പാടിയെന്ന് നടത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ നഞ്ചിയമ്മേനെ ഇന്ത്യ മൊത്തം അറിയും. അവർ ദേശീയ അവാർഡ് കിട്ടിയവർക്ക്. അപ്പൊ ആ ലെവലിലേക്ക് അവരെത്തിച്ചതിന്റെ കാരണം എന്താ, അവരെ ജനങ്ങൾ കാണണം എന്ന് ആഗ്രഹിക്കുന്ന മനസ്സുള്ള
കുറച്ച് ആളുകളും അവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ഡിവൈസും ആ ഒരു സംവിധാനവും കൃത്യമായിട്ട് അവർ ഒപ്പിയെടുത്തപ്പോഴാണ് ഇത് വന്നത്. എന്ന് പറയുന്ന പോലെ തന്നെ 4 ആൾ അറിയട്ടെ എന്ന് പറയുന്ന ഈ ചാനലിലൂടെ ഏതെങ്കിലും ആളുകൾക്ക് ലൈഫ് ഉണ്ടാവട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി. ഇപ്പൊ ഞാനായാലും മറ്റൊരാളായാലും ഇത്തരത്തിലൊരു ഡിവൈസിലൂടെ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ പ്രൊമോട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ കണ്ട് അവർക്ക് ബിസിനസ് വരികയോ അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകൾ വരികയോ ചെയ്യാന്ന് പറയുന്നത് തന്നെയാണ്. ഇത് വെറും ക്യാമറകളോ നമ്മൾ വെറും വ്യക്തികളല്ല, ഇത് ഒരു ലൈഫ്. ഞാന് നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായ ഒരു സംഭവം വെച്ചാൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ഒരാളുണ്ട്, ഷെഫി എന്ന് പറഞ്ഞിട്ട്. ഷെഫി നമ്മളൊരു പ്രോഗ്രാമിന് ഇങ്ങനെ അവിടെ ലൈഫ് സ്റ്റോറി പറയുന്നു. ഞാനിതുപോലെ ക്യാമറ വെച്ച് വെറുതെ ഷൂട്ട് ചെയ്ത. പക്ഷെ നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്യാതെ ഒരു കഥ വന്നു. ആ കഥയിൽ ഈ വീഡിയോ എടുക്കുന്ന ഞാൻ പോലും അന്തം വിട്ട് നിന്നിങ്ങനെ ഷെഫിയാണോ ഇതിലൊക്കെ പറയുന്നത് എന്ന രൂപത്തിൽ നമ്മൾ അന്തം വിട്ട് നിന്നു. പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റോറി ഇപ്പം എൻ്റെ ചാനലിലുണ്ടത് എല്ലാവരും കേട്ട്. ഷെഫിക്ക് 4 ഭാഗത്തുനിന്ന് ഫോൺ കോൾസും കാര്യങ്ങളൊന്നും പറയണ്ട, അത്രയ്ക്കും ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയിപ്പോയി. നമ്മളാരും എക്സ്പെക്ട് ചെയ്യുന്നില്ല അങ്ങനെ ഒരു സാധനം അവിടെ നിന്ന് വരുന്നുള്ളത്. ഭയങ്കര അതിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഹാപ്പിനെസ് തോന്നിയ ഒരു മൊമെന്റ് ആ ഒരു വീഡിയോ എടുത്താണ്. അവർ കുറേ ആൾക്കാർ ഇനിയും എനിക്ക് തോന്നുന്നു നമ്മുടെ കൂടെ തന്നെ ഒരുപാട് ആൾക്കാർ കഥ വരാനുണ്ട്. ലൈഫ് സ്റ്റോറി വരുമ്പോ വേറെ തന്നെ ഫീൽ ആണ്. അപ്പൊ എന്തായാലും ഇന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിന് തിരക്കുള്ള സമയമായിരിക്കും, പക്ഷെ നമ്മൾ ഇത്ര സമയം സ്പെൻഡ് ചെയ്ത് നമ്മുടെ കൂടെ ഈ വീഡിയോ എടുക്കാൻ ഞാൻ വിളിച്ചപ്പോ തന്നെ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ 1 വർഷമൊന്നും കാത്തിരിക്കേണ്ട വന്നിട്ടില്ല. മെസ്സേജ് അയച്ചപ്പോ തന്നെ ഓക്കെ പറഞ്ഞു. അതുകൊണ്ട് വലിയ സന്തോഷം തോന്നുന്നു. അതിപ്പോ ഞാൻ ഇന്നലെ രാത്രി വൈഫിനോട് പറഞ്ഞ കാര്യം, എനിക്കൊരു മൂഡ് കിട്ടുന്നില്ല. കാരണം മൂഡ് കിട്ടാത്ത എന്തുകൊണ്ട് അറിയാം, ഇതിനോട് ചെറിയ പേടിയൊന്നുമുണ്ട്. അതായത് ഇതെങ്ങനെ പോയിട്ട് പറയുന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്കറിയില്ല ഇന്റർവ്യൂ മൂഡ് നിങ്ങൾ വിചാരിച്ച പോലെ വന്നോന്ന് അറിയില്ല. കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജെന്യൂനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേകിച്ച് താങ്ക്സ് പറയുന്നു. ഞാനും താങ്ക്സ് പറയാണ്. കാരണം 4 ആൾ അറിയട്ടെ എന്ന് പറയുന്ന ആ വാക്കുകള് അല്ലെ, ആ അക്ഷരങ്ങള് 4 ആൾ അറിയട്ടെ, അർത്ഥവത്താവട്ടെ. 4 അല്ല 4 ലക്ഷം 4 കോടി 40 കോടി 40 കോടി ആളുകളിലേക്ക് അറിയട്ടെ.